ബെന്നിഹിൻ എന്ന കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാളസിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. അന്ന് ആ പ്രത്യേക മീറ്റിങ്ങിൽ എനിക്കും ദൈവത്തിൻ്റെ വലിയ കരുണയാൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ആ മീറ്റിങ്ങിനകത്ത് അസാമാന്യമായ ചില കാര്യങ്ങൾ നടന്നു. അദ്ദേഹം അത് വലിയ പ്രാധാന്യത്തോടുകൂടെ ടെലിവൈസ് ചെയ്തു, ടെലിവിഷനിൽ അത് കൊടുത്തു. അതായത് താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നോട് പറഞ്ഞു, സ്റ്റേജിൽ നിന്ന് മാറിക്കോ, ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം സ്റ്റേജിലേക്ക് ഇറങ്ങുക. അദ്ദേഹം അത് അനൗൺസ് ചെയ്തു. താൻ എടുത്ത് ചാടി. പക്ഷേ പാസ്റ്റേഴ്സ് പലരും സ്റ്റേജിൽ തന്നെ ഇരുന്നു. മിനിറ്റുകൾക്കകം അത്രയും പാസ്റ്റേഴ്സ് തറയിൽ വീണു. അവർ ഇരുന്ന ഒരു വലിയ സോഫ സെറ്റ് ഉണ്ടായിരുന്നു, പൊട്ടിക്കീറി. അവരുടെ സോഫ സെറ്റുകൾ തടി കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, അധികവും ഫൈബർ ഗ്ലാസ്സാണ്. നമ്മുടെ സാധാരണ ഒരാളിൻ്റെ വെയ്റ്റ് 60 കിലോഗ്രാം ആണെങ്കിൽ അവരുടേത് 100 കിലോഗ്രാമാണ്. അവരിൽ 4 പേര് ഒരുമിച്ചാണ് ഇരിക്കേണ്ടതെങ്കിൽ ഇത്രയും ബലം പോരാ, അതുകൊണ്ട് വലുതാണ്. സോഫ സെറ്റുകളും പൊട്ടിക്കീറി. അദ്ദേഹം ആ സംഭവങ്ങൾ മുഴുവനും കൂടെ ടെലിവൈസ് ചെയ്തു. അന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം വന്ന് പറഞ്ഞു, അത് മുഴുവനും വിഡ്രോ ചെയ്യുകയാണ്. കാര്യം പരിശുദ്ധാത്മാവ് തന്നെ സ്കോൾഡ് ചെയ്തു അത് ടെലിവൈസ് ചെയ്തത്. അപ്പർ റൂം എക്സ്പീരിയൻസ് മാളിക മുറിയിൽ പകരപ്പെടേണ്ടത് താഴ്വരയിലുള്ളവരോട് പറയേണ്ടതല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ റിബ്യൂക്ക് ചെയ്തു. ആ കാരണത്താൽ രാവിലത്തെ സെക്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു, ടെലിവിഷനിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവം ചിലപ്പോൾ ഏൽപ്പിക്കുന്നത് സാധാരണക്കാരനുള്ളതായിരിക്കും, ചിലപ്പോൾ പ്രത്യേകം സമർപ്പിക്കപ്പെട്ടവർക്കായിരിക്കും. അത് പ്രത്യേക ക്വാളിറ്റി കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണ, കൃപ എന്നുള്ളതുകൊണ്ട്. ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നുവെന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒരു നാളും നിങ്ങൾക്ക് അതൊരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ഞാൻ 19-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. 20-ാം വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ആ പദത്തിലേക്ക്, അതിൻ്റെ ഗൗരവത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ആരംഭത്തിൽ കേട്ടത്, ഞാൻ പറഞ്ഞ മാർ തോമസ് സഭയിൽ ജനിച്ചു വളർന്നയാളാണ്. അതിനുശേഷം ഷാരോൺ പെന്തക്കോസ്ത് ചർച്ചിലാണ് പോയത്. എന്നെ സ്നാനപ്പെടുത്തിയത് IPCയിലുള്ള അന്നത്തെ സീനിയർ ശുശ്രൂഷകന്മാരിൽ ഒരുവനായ പാസ്റ്റർ PM ഫിലിപ്പ് സാർ അവരുകളായിരുന്നു. എനിക്ക് ലഭിച്ച പഠിപ്പിക്കലുകളിലും എനിക്ക് ലഭിച്ച കൺവിക്ഷനുകളിലും എല്ലാം ജീവൻ്റെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതിനെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന പദത്തിലാണ് ഞാൻ കേട്ടത്. അതിൻ്റെ റീസൺ, ഈ പ്രസ്താവന ആദ്യമായി പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഇവാഞ്ചലിസ്റ്റാണ്. പക്ഷെ കാലത്തിൻ്റെ പോക്കിൽ എനിക്ക് മനസ്സിലായി, ആ പുള്ളിക്കാരൻ ബാപ്റ്റിസ്റ്റ് മിഷൻകാരനാണ്, ആ വലിയ ഇവാഞ്ചലിസ്റ്റ്. അദ്ദേഹത്തിന് കൃപാവരങ്ങളുടെ ശുശ്രൂഷയോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമോ വ്യക്തമായി അറിവില്ല. അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഒരു വലിയവനായതുകൊണ്ട്, ഇതിനോട് വളരെ ദൈവവചനത്തോട് വളരെ സാമ്യമുള്ളതുകൊണ്ട് ലോകം മുഴുവനും അംഗീകരിച്ചു. പക്ഷേ രക്ഷിക്കപ്പെട്ടവൻ്റെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് ബൈബിളിലുണ്ട്. പക്ഷെ സ്വർഗത്തിൽ എഴുതിയെന്നൊരു തെളിവ് നമ്മുടെ ബൈബിളിലില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. രക്ഷിക്കപ്പെടുന്നവരുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നു എന്നൊരാശയം ബൈബിളിലില്ല. പകരം ആദ്യജാതന്മാരുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നു എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിക്കാം. രക്ഷിക്കപ്പെടുന്നവരും ആദ്യജാതന്മാരും രണ്ടും രണ്ടാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ ആദ്യജാതന്മാരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ആദ്യജാതന്മാരുടെ പ്രത്യേകത, പ്രത്യേക അധികാരങ്ങളും പ്രത്യേക കൃപകളും കൈകാര്യം ചെയ്യുവാൻ അധികാരം. പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ പ്രത്യേക അധികാരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കുടുംബത്തിൻ്റെ മേൽ അധികാരം ഏൽപ്പിക്കുക. യേശു ഒരു 70 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യജാതന്മാരാണ്. ഇനി ഞാൻ ഇവിടുന്ന് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ ചുറ്റുമുള്ള ഊരുകളിലേക്ക് പറഞ്ഞയച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ തുടങ്ങുക, എടുത്തു വായിക്കേണ്ട. ചുറ്റുമുള്ള ഊരുകളിലേക്ക് പറഞ്ഞയച്ചു. താൻ ചെല്ലുവാനുള്ള ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ തനിക്ക് മുന്നമേ ചെല്ലേണ്ടതിന് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു.
ദൈവത്തിൻ്റെ എപ്പോഴത്തെയുമുള്ള ഒരു പ്രത്യേകതയാണ് താൻ ചെല്ലുന്നതിന് മുന്നമേ പ്രതിനിധികളെ അയക്കുന്ന പതിവുണ്ട്. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുന്നമേ ഒരു യോഹന്നാനെ തിരഞ്ഞെടുത്തു, അദ്ദേഹത്തെ അയച്ചു. യേശുവിൻ്റെ മുന്നോടിയായിരുന്നു. ഇന്നും ദൈവകൃപ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വ്യാപരിക്കണമെങ്കിൽ നേരിട്ട് വ്യാപരിക്കല്ല. ഉണ്ട്, വളരെ അപൂർവമായി ദൈവകൃപ നേരിട്ട് വ്യാപരിക്കുന്ന ഇടങ്ങളുണ്ട്. പക്ഷേ സാഹചര്യങ്ങളുള്ള എല്ലായിടത്തും ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളെ ആരംഭത്തിങ്കിൽ അയക്കാം. ലൈക്ക് എ മൈറ്റി വിൻഡ് എന്നൊരു പുസ്തകം നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് എ മൈറ്റി വിൻഡ്, ചില സ്ഥലങ്ങളിൽ ശക്തിയേറിയ ദൈവപ്രവർത്തികൾ നടക്കുന്നതായി കാണാം. ആ പ്രവർത്തികളെക്കുറിച്ച് ഒരു ക്രോഡീകരണമാണ് ലൈക്ക് എ മൈറ്റി വിൻഡ് എന്ന പേരിൽ ഉള്ള ആ പുസ്തകം. അത് എഴുതിയ ആൾ ലോകത്തിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സാമ്രാജ്യത്തെ ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യന്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ സഹോദരന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങൾ അദ്ദേഹത്തെ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് വിളിച്ചിരുന്നു. അദ്ദേഹം ബാംഗ്ലൂർ പട്ടണത്തിൽ വന്നു, നമ്മുടെ ചർച്ചിൽ ശുശ്രൂഷിച്ചു. ചില ദിവസങ്ങൾ നല്ല ശക്തമായിരുന്നു ശുശ്രൂഷ. പക്ഷെങ്കിൽ അങ്ങനെ ഒരു കാറ്റൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, പല സ്ഥലങ്ങളിലും 8 വയസ്സും 9 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. മുസ്ലിംസിൻ്റെ ഇടയിൽ വലിയ കൺവേർഷൻസ് ഉണ്ടാക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത് 8 വയസ്സും 9 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ്. ഒരു ദിവസം ദൈവാത്മാവ് അവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് പറയും, ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകുക. അവർ ചേർന്ന് ഒരു 4-5 പേര് കാണും. അവർക്ക് യാത്ര ചെയ്യാവുന്ന കൊച്ചു ദൂരം അവരവിടെ ചെല്ലുമ്പം പറയും, ആ മരത്തിലോട്ട് കയറിക്കൊള്ളാൻ പറയും. 3-4 കുഞ്ഞുങ്ങൾ ചേർന്ന് ആ മരത്തിൻ്റെ മേളിൽ കയറും. താഴെ കൂടെ പോകുന്നവർ മിറക്കിൾ കാണും, അത്ഭുതങ്ങൾ കാണും. ഈ പിള്ളേരൊന്നും അറിയുന്ന പോലും ഇല്ല. പക്ഷെ അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. അവിടെ ഇരിക്കുമ്പോൾ അവരോട് പറയും, നിങ്ങൾക്കെതിരെ ഇന്ന ഗ്രാമത്തിൽ ചെല്ല്, അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു, ആ ആളിനെ ഉയർപ്പിക്കും. ഈ പിള്ളേരവിടെ ചെന്ന് ആ മരിച്ചവരെ ഉയർപ്പിക്കും. ഇതെല്ലാം കൂടെ ചേർത്താണ് ലൈക്ക് എ മൈറ്റി വിൻഡ് എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതുക. ഞാനതിൻ്റെ പേര് മറന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും എന്നെ പോലെയാണ്, ഒന്നീ മറവിയ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ വായിക്കാറില്ല. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മൾ കേൾക്കുന്ന ഇൻഫർമേഷൻസ് തിരഞ്ഞെടുക്കണം. കാര്യം നമ്മൾ പണ്ടേ കേട്ട് പതിവുള്ളത് കുറച്ച് കാര്യം മാത്രമോ, കുറച്ച് തമാശ ഉള്ളതോ, കുറച്ച് ലൈംഗിക ചുവ കലർന്നതോ ആയ ചപ്പ് കേൾക്കാൻ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ കുറച്ചുകൂടെ ദൈവകൃപയുള്ളതിന് വേണ്ടി സമയം ചെലവഴിച്ചാൽ വൻ കാര്യങ്ങൾ നടക്കും. ഓക്കെ, തൻ്റെ ശിഷ്യന്മാരെ യേശു പറഞ്ഞയച്ചു. അവർ ചുറ്റുമുള്ള ഊരുകളിൽ പോയി. അവർ പോയ കൂട്ടത്തിൽ തൻ്റെ 12 ശിഷ്യന്മാരുടെ കൈകൊണ്ട് ഭയങ്കര അത്ഭുതങ്ങൾ നടന്നു. അതിഭയങ്കര വീര്യപ്രവർത്തികൾ നടന്നു. ഹേരോദാവ് ഇതറിഞ്ഞപ്പോൾ ഇത് യോഹന്നാൻ മരിച്ചവരിൽ ഉയർത്തതാണ് എന്ന് ഹേരോദാവിന് തോന്നി. എന്ന് പറഞ്ഞാൽ രാജാവ് കിടുങ്ങി, രാഷ്ട്രീയക്കാർ കുടുങ്ങി, ഹേരോദ്യരാകെ വിഷമിച്ചു, യഹൂദന്മാരാകെ വിഷമിച്ചു. എല്ലായിടത്തും ഭയങ്കര ചഞ്ചലം. കാര്യം ഈ ശിഷ്യന്മാരുടെ കൈകൊണ്ട് ഇതുപോലെ അത്ഭുതങ്ങൾ നടക്കുന്നു. യേശു ചെല്ലുന്നതിന് മുന്നമേ അറിയിപ്പാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചതാണ്. അത്ഭുതങ്ങൾ നടന്നു. അന്ന് യേശുവിനെ ഒന്ന് കാണുവാൻ ഇവർ പോയിടത്തുനിന്ന് ആളുകൾ ഓടിക്കൂടി. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ദൈവപ്രവൃത്തി കൂടെ ഉണ്ടെങ്കിൽ പുറകെ ആളുകൾ ഓടിക്കൂടി. ഞാൻ ഒരു കാലഘട്ടം എന്നും കൺവെൻഷനുകൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. വീട്ടിലെങ്ങും ഇരിക്കാൻ നേരമില്ല. ഞാനിങ്ങനെ ഫുൾ ടൈം യാത്രയിലാണ്. അന്ന് എൻ്റെ മൂത്ത മോന് എനിക്കൊരു മെഷർ യാർഡ് വെച്ചു, ഒരു റിസ്ട്രിക്ഷൻ വെച്ചു, ഒരു മെഷറിങ് യാർഡ് ഉപയോഗിച്ചു. ഓരോ ദിവസവും വൈകിട്ട് മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിക്കും. അക്കാലങ്ങളിൽ സെൽഫോണൊന്നുമില്ല. എവിടെയെങ്കിലും പബ്ലിക് കോൾ ഓഫീസ് ഉള്ളിടത്ത് പോയേ വിളിക്കാനൊക്കത്തുള്ളൂ. പബ്ലിക് കോൾ ഓഫീസ് ഉള്ളിടത്ത് പോയി ഞാൻ വീട്ടിലോട്ട് വിളിക്കും. ഇന്ന് മീറ്റിംഗ് ഇങ്ങനെയായിരുന്നു. അവൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഇന്ന് എത്ര പേർ സ്നാനത്തിന് തീരുമാനിച്ചു? 20, 30 എന്തെങ്കിലും ഒരു സംഖ്യ പറയാൻ കാണും. ഇന്ന് എത്ര പേർ രക്ഷയിലേക്ക് കടന്നു വന്നു? ഒരു സംഖ്യ പറയാൻ കാണും. ഇന്ന് എത്ര പേർ രോഗസൗഖ്യം പ്രാപിച്ചു? വിസിബിൾ ഹീലിംഗ് എത്ര പേർ പ്രാപിച്ചു? ഒരു സംഖ്യ പറയാൻ കാണും. ഇത് കേട്ടില്ലെങ്കിൽ ചോദിക്കേണ്ട, അടിക്ക് വീട്ടിലിരുന്ന് കൂടെ എന്നെടുക്കാനായി പോയതിന് ഒരു റിസൾട്ട് ഉണ്ടാകണം. ശിഷ്യന്മാർ പോയിടത്ത് ഒരു റിസൾട്ട് ഉണ്ടായി. ഇന്നിന്നെ പറഞ്ഞയച്ച ഗുരുവിനെ കാണണം എന്ന് നാട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം യേശുവിൻ്റെ പാദത്തിങ്കിൽ വന്നതാണ് 5000 കുടുംബങ്ങൾ. ഈ 5000 കുടുംബങ്ങളെ ഒരു ദിവസം കൊണ്ടുവരുവാൻ കാരണമായത് 12 ശിഷ്യന്മാരാണ്. കാര്യം യേശു അവരെ പറഞ്ഞയച്ചു. ലൂക്കോസ് 9. ഈ ശിഷ്യന്മാർ ജനം യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ചരിത്രമൊക്കെ ആ ഭാഗത്താണ്. പക്ഷേ ഇവരുടെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉദിച്ചു. എന്നും ആത്മയുദ്ധത്തിന് കാരണമായത് 12 ശിഷ്യന്മാരാണ്.
കാര്യം യേശു അവരെ പറഞ്ഞയച്ചു. ലൂക്കോസ് 9. ഈ ശിഷ്യന്മാർ ജനം യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ചരിത്രമൊക്കെ ആ ഭാഗത്താണ്. പക്ഷേ ഇവരുടെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉദിച്ചു. എന്നും ആത്മയുദ്ധത്തിന് ഒരു കൗണ്ടർ അറ്റാക്കുണ്ട്. എന്നും ആത്മയുദ്ധത്തിന് ഒരു എതിരായ പ്രവർത്തനമുണ്ട്. ഞാൻ അവിടെയും കൂടെ പോകും. ഒരു എതിരായ പ്രവർത്തനമുണ്ട്. ഇതിനിടയ്ക്ക് ഇവരുടെ ഇടയിൽ പിശാച് കയറി. ഇവർക്ക് ഒരു സംശയമുണ്ടായി, എനിക്ക് എന്ത് കിട്ടും? പടക് വിട്ടു, വില വിട്ടു, എനിക്ക് എന്തോ കിട്ടി, എന്ത് ശമ്പളം എനിക്കറിയണം, എനിക്ക് എന്ത് കിട്ടും? വേറൊരുത്തൻ ചോദിച്ചു, നമ്മിൽ ആരാണടാ വലിയവൻ? ആകപ്പാടെ 2 ചോദ്യങ്ങൾ ഇവരുടെ ഇടയിലോട്ട് കയറി. ഈ 2 ചോദ്യങ്ങൾ വന്നതോടെ യേശു പറഞ്ഞു, ഒന്ന് പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിട്ടതല്ല, പക്ഷെ തൽക്കാലം ഒന്നിരി. ഈ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ അകത്തുള്ളിടത്തോളം കാലം നിങ്ങളെ ഇനിയും പ്രയോജനപ്പെടുത്താൻ നോക്കുകയില്ല. അതുകൊണ്ട് ഈ ചോദ്യം ഒന്ന് മാറണമെങ്കിൽ ഇനി ഒരു സ്വല്പ സമയം കഴിയണം. നിങ്ങൾ ഒന്ന് ഹോൾഡ് ഓൺ, ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. അവരെ ഇരുത്തിയേച്ച് വേറൊരു 70 പേരെ തിരഞ്ഞെടുത്തു. ദൈവവചനത്തിലൊരു വലിയ പ്രത്യേകതയുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ദൈവം ആരെ തിരഞ്ഞെടുത്താലും, പഴയ നിയമം മുതൽ ഇന്നു വരെ ആരെ തിരഞ്ഞെടുത്താലും അവരെക്കുറിച്ചൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറയാറുണ്ട്. ഇന്നാരുടെ മകനായ ഇന്നാരുടെ മകനായ ഇന്നാരെ, ഇന്നാരുടെ മകനായ ഇന്നാരുടെ ഭാര്യയായ ഇന്ന സ്ത്രീ എന്നിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പറയാറില്ലാത്തവരെ കർത്താവ് സാധാരണ ഉപയോഗിക്കാറില്ല. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് പറയാനില്ലാത്ത ചിലരുണ്ട്. ഒരിക്കൽ അലഞ്ഞു നടക്കുന്ന കുറേ പേരെ കണ്ടു. അവരോട് പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ പോയി വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അവർ പോയി വർക്ക് ചെയ്തു. 2 മണി നേരത്തും 3 മണി നേരത്തും 11 മണി നേരം വരെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരാണ്. അവരെ പറഞ്ഞയച്ചു. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്ക്ഗ്രൗണ്ട് വേണം. എന്നാൽ ഇങ്ങനെയും വിടുമല്ലോ എന്ന് പറയുന്നവരുണ്ട്. ഞാനൊരു മറുവശം പറയട്ടെ. ഈ വിട്ടവരെല്ലാം 1 രൂപയുടെ കൂലിപ്പണിക്കാരാണ്. വിട്ടവർ മുഴുവൻ 1 രൂപയുടെ കൂലിപ്പണിക്കാരാണ്. വിശ്വസ്തമായ ഒരു പണിക്ക് വരെ ആരെയും വിട്ടിട്ടില്ല. വിശ്വസ്തമായ പണിക്ക് വേണ്ടി അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ്. ഇന്നാരുടെ മകനായ ഇന്നാര്, ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്നാര്. കാര്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ദൈവം എന്നും നോക്കാറുണ്ട്, മനുഷ്യനും നോക്കാറുണ്ട്. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരെ കൂലിപ്പണിക്ക് വിടും. ഇവിടെ തണ്ട് കൂലിപ്പണിക്ക് വിട്ടതുപോലെയാണ് ഒരു 70 എണ്ണത്തെ വിളിച്ചത്. ഞാനതിന് വേറൊരു ഉദാഹരണം കൊണ്ട് പറയാം. മിലിറ്ററിയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എമർജൻസി കമ്മീഷൻ തിരഞ്ഞെടുക്കും. ഞാനൊരു കമ്മീഷൻഡ് ഓഫീസറല്ല, വളരെ താഴ്ന്ന ഒരാളാണ്. എങ്കിലും എൻ്റെ വിവാഹത്തിൻ്റെ സമയമായപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ വേണമായിരുന്നു. ഞാൻ എൻ്റെ കമാൻഡിങ് ഓഫീസർക്ക് ഒരു ലെറ്റർ കൊടുത്തു, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ന പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നത്. പോലീസ് പോയി അവിടെ വീട്ടിൽ പോയി വെരിഫിക്കേഷൻ നടത്തി. പാകിസ്ഥാൻ ചാരന്മാരാരും ആ കുടുംബത്തിൽ ഇല്ലെന്നും മാന്യവും യോഗ്യമായി ജീവിക്കുന്നവരാണെന്നും ആ വീട്ടിൽ ടെററിസ്റ്റുകളില്ല എന്നും ഒക്കെ ഉറപ്പുവരുത്തിയ ശേഷമാണ് മാരേജ് പെർമിഷൻ എനിക്ക് തരുന്നത്. മിലിറ്ററിയിൽപ്പെട്ട ആർക്കും ഇതാ സ്ഥിതി. ഒരുമാതിരി ഉന്നതമായ ഒരു വിങ്ങിൽ ജോലി ചെയ്യേണ്ട എല്ലാവർക്കും, കൂക്കിനത് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുമാതിരി ഉന്നതമായ ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും മിലിറ്ററിയിൽ ഇത് വേണം. ഒരു വെരിഫിക്കേഷൻ, ഒരു ക്രോസ് ചെക്കിങ് നടക്കണം. ഒരു ഓഫീസറെ എടുക്കണമെങ്കിൽ ഇതിനേക്കാളും കട്ടിയാണ്. ഒരു കമ്മീഷൻ ഓഫീസറെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒത്തിരി പോലീസ് വെരിഫിക്കേഷൻസ് ഉണ്ട്. അതിനേക്കാൾ കൂടുതലും പലതുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞെങ്കിലേ തിരഞ്ഞെടുക്കത്തുള്ളൂ. യേശുവിൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതും ബാക്ക്ഗ്രൗണ്ടോടുകൂടാ. ഇന്നാരുടെ മോൻ ഇന്നാര്, ഇന്നാരുടെ മോൻ ഇന്നാര് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ 70 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു എമർജൻസി കമ്മീഷൻ പോലെ അന്ന് ഒരു ചെക്കപ്പും ഇല്ല. എമർജൻസി കമ്മീഷനിൽ നിൻ്റെ വെരിഫിക്കേഷനും ഇല്ല, യാതൊന്നുമില്ല, നേരെ ചേരുക. കാര്യം ഓഫീസേഴ്സിന് കിട്ടാനില്ല, എല്ലാം ഉള്ളതെല്ലാം ചത്തു. അടുത്ത് ചാകാൻ പോകുന്നത് നീയാ, അതുകൊണ്ട് നിന്നെ വിട്ടേക്കാം, അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞു. ഒരു സാഹചര്യത്തിൽ കേരള പോലീസിൽ ആളെടുക്കാൻ വേണ്ടി ഇന്ന ഹൈറ്റ് വേണം, ഇന്നത് പഠിച്ച് പാസ്സാകണമെന്ന് പോലും നിർബന്ധമില്ലായിരുന്നു, എടുത്തിരുന്ന ഒരു കാലമുണ്ട്. ഇതുപോലെ ഒരു എമർജൻസി കമ്മീഷനെയാണ് ഈ 70 പേരെ തിരഞ്ഞെടുത്തത്. എമർജൻസി കമ്മീഷൻ്റെ പ്രത്യേകത, ഇവരെല്ലാം 2 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റേ ഉള്ളൂ. 2 വർഷം കഴിയുമ്പോൾ അവരെ തിരിച്ചു വീട്ടിൽ വിടും. ഇതിനിടയ്ക്ക് ചത്തതെടുത്ത് കളഞ്ഞു, ചാകാത്തതിനെ തിരിച്ചു വീട്ടിൽ വിടും, ഒരു പ്രതിഫലവും കൊടുത്തു വിടും. ഇതാണ് എമർജൻസി കമ്മീഷൻ. എന്നാൽ എമർജൻസി കമ്മീഷൻ കിട്ടിയ ചിലർ സ്തുത്യർഹമായി ജോലി ചെയ്യും. മറ്റുള്ള ആരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യും. അവരെ പെർമനൻറ്റ് കമ്മീഷനാക്കും. പെർമനൻറ്റ് കമ്മീഷനാക്കുമെന്ന് മാത്രമല്ല, അവർക്ക് ഒരുപാട് ഓണറുകൾ എല്ലാ ഗവൺമെൻറ്റും കൊടുക്കും. എമർജൻസി കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് ഒരു 70 എണ്ണത്തെ ഇങ്ങോട്ട് തിരഞ്ഞെടുത്തത്. ഒരു ബാക്ക്ഗ്രൗണ്ടും കാണാനില്ല. അവരോട് പറഞ്ഞു, പാമ്പൻ. ഇവർ മടങ്ങി വന്നിച്ചു പറഞ്ഞതാണ്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സാത്താൻ മിന്നൽ പോലെ വീഴുന്ന കാഴ്ച ഞാൻ കണ്ടു. മിന്നൽ പോലെ പണ്ടും വീണതാ. ലൂസിഫർ ഈ ഭൂമി ഭരിച്ചിരുന്ന, ലൂസിഫർ സ്വർഗത്തിലായിരുന്ന കാലം,
അവനെ സ്വർഗത്തിൽ വേണ്ട എന്ന് കണ്ട് തള്ളിയപ്പോൾ, ഇന്ന് രാവിലത്തെ സെക്ഷൻ ഞാനത് പറഞ്ഞായിരുന്നു, ഭൂമി അവന് വേണ്ടി സൃഷ്ടിച്ച് അവനെ ഇങ്ങോട്ട് തള്ളുമ്പോൾ ഇവൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടതാ. ഇന്ന് വീണ്ടും നിങ്ങൾ വന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സാത്താൻ വെട്ടുകൊള്ളുന്നതും താഴെ വീഴുന്നതും ഞാൻ കണ്ടതാ. പക്ഷേ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയതിൽ സന്തോഷിച്ചോണം. ആദ്യജാതന്മാരുടെ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ട്. എന്നോട് പരിശുദ്ധാത്മാവ് പണ്ടൊരിക്കൽ ഇടപെട്ട ഒരു വചനം, ഇന്ന് നിൻ്റെ കൈയുടെ ശുശ്രൂഷയിൽ ഭൂതങ്ങൾ നിനക്ക് ഇറങ്ങുമെങ്കിൽ, വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങൾ പുറത്താകുമെങ്കിൽ, നാളെ ദേശത്ത് നിന്ന് ഭൂതങ്ങൾ പുറത്താകണം. ഇന്ന് നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടില്ല, എന്നാൽ നാളെ സ്വർഗത്തിൽ പേരെഴുതും. ഇന്നൊരു എമർജൻസി കമ്മീഷനാ, ഇന്ന് വിശ്വസ്തയോടെ ചെയ്യ്, നാളെ നിൻ്റെ പേർ സ്വർഗത്തിൽ എഴുതും. അന്ന് ദേശങ്ങളിൽ നിന്ന് ദുരാത്മാക്കൾ പുറത്താകും. ദേശങ്ങളിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ വ്യത്യസ്ത പ്രാർത്ഥനാ ലെവലുകളെക്കുറിച്ച് ഒന്ന് തൊട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് പ്രധാനമായും അഭിഷേകത്തെ തൊടുവാൻ താല്പര്യപ്പെടുന്നു. ഒരുപാട് പേരെ ദൈവം അഭിഷേകം ചെയ്തു. ആ കൂട്ടത്തിൽ ദാവീദിൻ്റെ അഭിഷേകത്തിന് ഏതാണ്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മോശയുടെ അഭിഷേകത്തിന് ഏതാണ്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മോശയെ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുകയല്ല, പകരം നിയമിക്കുകയായിരുന്നു, പറഞ്ഞയക്കുകയായിരുന്നു. യോശുവയുടെ അഭിഷേകത്തിന് ഏതാണ്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ശലോമോൻ്റെ അഭിഷേകത്തിനും ആ പ്രത്യേകത ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ശപിക്കപ്പെട്ടവനത് കളഞ്ഞു കുളിച്ചു, അതുകൊണ്ട് അവനത് പ്രയോജനപ്പെടുത്താതെ നശിപ്പിച്ചു കളഞ്ഞു. അതർവൈസ് അവൻ്റെ അഭിഷേകത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ മോശയുടെ ദാവീദിൻ്റെ അഭിഷേകത്തിലേക്ക് വേഗത്തിലൊന്ന് വരട്ടെ. സാധാരണ ദാവീദിനെ തൊടുന്ന പോലെ ആയിരിക്കത്തില്ല ഞാൻ തൊടുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ആ ആംഗിളിൽ മാത്രമേ ഇടപെടത്തുള്ളൂ. ശൗലിനെ രാജാവായി ദൈവം നിയമിച്ചു. അത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ജനത്തിൻ്റെ നിർബന്ധപ്രകാരം തീരുമാനിച്ചതാണ്. ജനത്തിൻ്റെ നിർബന്ധപ്രകാരം. അതുകൊണ്ട് നീ അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ജനത്തിനു വേണ്ടി ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, ജനത്തിനു വേണ്ടി ചെയ്തതാണ്. ജനത്തിനു വേണ്ടി ചെയ്തു പ്രയോജനപ്പെട്ടു. പക്ഷെ ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശൗല് ആകപ്പാടെ വൃത്തികേട് കാണിച്ചു. അദ്ദേഹത്തെ തള്ളിയേച്ച് ദാവീദിനെ തിരഞ്ഞെടുക്കാൻ പോകാം. അന്നേരത്ത് പ്രവാചകനോട് പറയുന്നൊരു പദമാണ്, ഞാനൊരു രാജാവിനെ കണ്ടിട്ടുണ്ട്. ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. 16-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നത്, 1 ശമൂവേൽ 16-ാമത്തെ അധ്യായത്തിലായിരിക്കണം. എനിക്ക് ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഐ ഫൗണ്ട് എ കിങ് ഫോർ മീ. ഇംഗ്ലീഷ് ദിവസത്തിൽ ഇത് അത്രയും വ്യക്തമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. രണ്ടുപേരുടെ അഭിഷേകമാണ്. രണ്ടുപേരുടെയും ജോലി ഒന്നാ, ജനത്തെ ഭരിക്കുക. പക്ഷേ ഒരുവൻ്റെ മേലുള്ള കടപ്പാട് ദൈവത്തിന് പകരമാണ്, വേറൊരുവൻ്റെ മേലുള്ള കടപ്പാട് ജനത്തിന് വേണ്ടിയാണ്. ഞാൻ ഒരു സംഭവം പറഞ്ഞാൽ ക്ഷമിക്കണം. ബാംഗ്ലൂരിൽ ഒരു സഭയിൽ നടന്ന ചരിത്രമാണ്. ഞാൻ ഐ വിറ്റ്നസ്സാണ്, ദൃക്സാക്ഷിയാണ്. ബാംഗ്ലൂരിൽ ഒരു സഭയിൽ വളരെ മലിനപ്പെട്ട ഒരന്തരീക്ഷം ഉണ്ടായി. സത്യത്തിൽ ഞാൻ ബാംഗ്ലൂരിന് പോകുന്ന സമയത്ത് 1981 66 മുതൽ ഞാൻ ബാംഗ്ലൂരിലുണ്ട്. പോയും വന്നും പലയിടത്ത് പോയും തിരിച്ചു വന്നൊക്കെ ഇരുന്നു. 81 സ്ഥിരമായി ഒരു സ്റ്റാഫായി എന്നെ ബാംഗ്ലൂരിലെ എയർഫോഴ്സിലേക്ക് അയക്കുമ്പോൾ, ട്രാൻസ്ഫർ ആകുമ്പോൾ ഞാൻ തിരുവല്ലയിൽ വന്ന് സിസ്റ്റർ മേരി ഗോവൂരിൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. ഞാൻ ഏത് ചർച്ചിൽ പോകണം, എനിക്ക് 3-4 ചർച്ചസ് എൻ്റെ ചിന്തയിലുണ്ട്, ഇതിലെവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. സിസ്റ്റർ മേരി ഗോവൂരിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. മലിനപ്പെട്ട സഭാന്തരീക്ഷത്തിൽ ഞാൻ നിന്നെ അയക്കും, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുന്ന് നിന്നെ ഒരുക്കും. മലിനപ്പെട്ട സഭാന്തരീക്ഷം. ആരെവിടെ പോയാലും ഒരു നല്ല സഭയിൽ പോകണമെന്നേ പറയാറുള്ളൂ, ഒരു മലിനപ്പെട്ട സഭയിൽ പോകണമെന്ന് പറയാറില്ല. ഇതെന്ത് കളിയപ്പോൾ. രണ്ടായാലും ഞാൻ ബാംഗ്ലൂരിലെത്തി. ഒരു ശനിയാഴ്ച വൈകിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലെത്തുന്നത്. ആ പ്രാവശ്യം എൻ്റെ കുടുംബത്തെ എല്ലാം കേരളത്തിൽ കൊണ്ടാക്കിയിട്ട്, എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും കേരളത്തിലാക്കിയിട്ട് ഒരു ശനിയാഴ്ച വൈകിട്ട് ഞാൻ ഒറ്റയ്ക്ക് എയർഫോഴ്സ് ക്യാമ്പിലോട്ട് കയറി ചെല്ലുകയും എന്നെ നേരത്തെ പരിചയമുള്ള ഒരു സ്നേഹിതൻ അവിടെ ഉണ്ട്. പണ്ട് അദ്ദേഹം സുവിശേഷ വിരോധിയായിരുന്നു. ഇങ്ങനൊരു സ്വോത്രമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവൻ സ്വോത്രം പറയുന്നു, ഇവൻ സുവിശേഷ വിരോധി. അപ്പോൾ ഹിന്ദുക്കോസുകാരെ കണ്ട തല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്നവനാണ്. തല്ലിയിട്ടില്ല, പക്ഷേ തല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പുള്ളിയാണ്. ഇവൻ സ്വോത്രം പറഞ്ഞു, കളിയാക്കാനാന്നോ? എന്നോട് ഇന്ന് ചോദിച്ചു, എന്തിയെ വൈഫിനെയൊക്കെ കൊണ്ടുവന്നില്ല? ഞാൻ പറഞ്ഞു, കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. ഇവിടെ ഒരു വീടൊക്കെ എടുത്തിട്ട് പോയി 1 മാസത്തിനകം അവരെ കൊണ്ടുവരണമെന്ന് കണ്ട. പുള്ളി പറഞ്ഞു, വീടെടുക്കാനോ? എൻ്റെ കൂടെ താമസിക്കാൻ വീട്ടിലോട്ട് പോരെ.
ഞാൻ ഒത്തിരി മടിച്ചു. പക്ഷേ അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവിടെ താമസിക്കാൻ വേണ്ടി എനിക്കും ഒരു റൂമും സെറ്റും ഒക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. രാത്രി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നാളെ നീ എവിടെ ആരാധനയ്ക്ക് പോകുന്നത്? എനിക്കും കൂടെ വരാനാണ്. ഞാൻ പോകുന്ന ചർച്ച് വരണ്ട. അദ്ദേഹം നേരെ പറഞ്ഞ പദമാണ്, ഞാൻ പോകുന്ന ചർച്ച് വരണ്ട, അവിടെ നാളെ പാസ്റ്ററെ തല്ലുന്ന ദിവസമാണ്. പാസ്റ്ററെ തല്ലാൻ നേരത്തെ അപ്പോയിൻമെൻറ്റോ? ഇതെന്തൊരു പരിപാടി? അതെ, നാളെ പാസ്റ്ററെ തല്ലുന്ന ദിവസമാണ്, നീ വരണ്ട. ഞാൻ പറഞ്ഞ ഇത്ര ശപിക്കപ്പെട്ട ഒരു സഭയോ? അതെ, ഇതിനേക്കാൾ ശപിക്കപ്പെട്ട സഭകൾ ഭൂമി കാണുകയില്ല. അതിലേറ്റവും ശപിക്കപ്പെട്ട ചർച്ചിലാണ് കഷ്ടകാലത്തിന് ഞാൻ പോകുന്നത്, നീ വരണ്ട. ഞാൻ പറഞ്ഞു, ഇടകൂവി, എന്നോടൊരു ആലോചനയുണ്ട്, മലിനപ്പെട്ട സഭയിലയക്കുമെന്ന്. അവിടെ തന്നെ ഞാനും വരിക. പിറ്റേ ദിവസം ചെന്നു. ബിലീവ് മീ, എനിക്കത് പറയാൻ ദുഃഖമുണ്ട്. ചെന്നു. അവിടുത്തെ പാസ്റ്റർ എഴുന്നേറ്റ് സങ്കീർത്തനമൊക്കെ വായിച്ചു. കർത്തൃമേശ നടത്തേണ്ടതിന് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ തിരുമേശയോട് അടുക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരുക്കിയ മേശയുടെ അടുക്കിലേക്ക് നടന്നു. ഒരു സ്ത്രീ അപ്പുറത്തുനിന്ന് എഴുന്നേറ്റു. മുന്നോട്ട് വന്നിച്ച സ്ത്രീ പറഞ്ഞു, എടാ, ഒരു ചീത്ത വിളിച്ചുകൊണ്ടാണ്, നീ കർത്താവിൻ്റെ മേശ നടത്തൂ, നിൻ്റെ കാലെ പിടിച്ച് ഞാൻ കയറുമടാ രണ്ടായിട്ട്. ഒരു സ്ത്രീയാണ്. ഇരിയുടെ അവിടെ നിന്ന് പറഞ്ഞു. നോ. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ പാസ്റ്റർ, ഞാൻ കർത്തൃമേശ നടത്തും. അദ്ദേഹം മേശയോട് അടുക്കുമ്പോൾ ഈ പെമ്പറന്നവരടുത്തു വന്നു. ഞാൻ അങ്ങനെ വിളിക്കട്ടെ ഇനി അവരെ. കർത്തൃമേശ സാധാരണ ഇന്ന് കാണുന്നത് പോലെ ഒരു ഷീറ്റ് വിരിച്ച് അതിൽ എലിമെൻറ്റ്സ് എടുത്ത് വെച്ച് മേളിലൊരു തുണി കൊണ്ട് കവർ ചെയ്യും. ഇവരെ താഴത്തേതും മേളിലത്തേതും കൂടെ ചേർത്ത് പിടിച്ച് ഒറ്റ വലി വലിച്ചു. കർത്താവിൻ്റെ തിരുമേശ തെറിച്ചു. ഗ്ലാസ്സുകൾ താഴെ വീണു പൊട്ടി. ജഗ് പൊട്ടി. അതിലൂടെ വീഞ്ഞൊഴുകുന്നത് കണ്ടു. താഴെ വീണ ബ്രെഡ് ചർച്ചിലുള്ള 2-3 പേർ തട്ടി. അതിനിടയ്ക്ക് മിടുക്കൻ എഴുന്നേറ്റ് പാസ്റ്ററെ അടിച്ചു. ഞാൻ കണ്ടതാണ്. മലിനപ്പെട്ട സഭാന്തരീക്ഷം ഞാൻ കണ്ടതാണ്. പിറ്റേ ആഴ്ച ചർച്ചിൽ വരാൻ ആരുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഇതുപോലെയുള്ള റൗഡി കേസിൽ ഇടപെട്ട കാരണത്താൽ മുടക്കപ്പെട്ട ഒരു പാസ്റ്റർ ബാംഗ്ലൂരിലുണ്ടെന്ന് ആരോ പറഞ്ഞു. പുള്ളി ഇതുപോലൊരു റൗഡി കേസിൽ പെട്ടതാണ്. ആ പുള്ളിക്കാരനെ ആ ചർച്ചിലേക്ക് അയക്കുവാൻ അതോറിറ്റികൾ തീരുമാനിച്ചു. അവരദ്ദേഹത്തോട് പറഞ്ഞു, 1 മാസം നീ ചർച്ച് നോക്കണം, ആരെയും തല്ലരുത്, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പണ്ടത് ചെയ്ത് ഞാൻ കേരളത്തിൽ നിന്ന് മുടക്കിയതാണ്, അത് ചെയ്യരുത്. പക്ഷെങ്കിൽ ഈ സഭ നോക്കാൻ നിന്നെക്കൊണ്ട് പറ്റൂ, അതുകൊണ്ട് പാൻ പറഞ്ഞു, ആരെയും തല്ലരുത്. അദ്ദേഹം വന്നു. നേരെ പിറ്റേ ഞായറാഴ്ച അദ്ദേഹമായിരുന്നു ഭരിച്ചത്, പ്രസംഗിച്ചത്. ഞാനും ഉണ്ട്. ഞാൻ ചെന്നിട്ട് ഒറ്റയാഴ്ചയാകുന്നതേ ഉള്ളൂ. ആദ്യത്തെ ആഴ്ചയിൽ മറ്റേത് കണ്ടു, രണ്ടാമത്തെ ആഴ്ചയിൽ ഇത് കണ്ടു. സത്യമായിട്ടും ഈ മനുഷ്യൻ വന്നേച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുപുസ്തകവും വേദപുസ്തകവും കൂടെ മേശപ്പുറത്തോട്ട് വെച്ചു, പുൽപ്പിറ്റിൻ്റെ പുറത്ത് വെച്ചു. കാളയുടെ കഴുത്തേ കെട്ടുന്നൊരു മണിയുണ്ട്, അതിലൊരു മണിയും ഇതിൻ്റെ മേളിലോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, സാധാരണ എല്ലാ ഉപദേശിമാരും വേദപുസ്തകവും പാട്ടുപുസ്തകവും കൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു കാളമണിയും കൂടെ ഉണ്ട്. ഇവിടെ ചില കെടികെട്ടിയ തള്ളമാർ പറഞ്ഞ വാചകമാണ്. എഴുന്നിട്ട് നീണ്ട സാക്ഷി പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മണി അടിക്കുമ്പോൾ നിർത്തും, ഇല്ലെങ്കിൽ ഞാൻ ഇരുത്തും. ശടാ, ഭരിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അപ്പോൾ ഒരാൾ ചാടി എഴുന്നേറ്റു. ഇരുത്തുമോടാന്ന് ചോദിച്ചു. ഇരുത്തുമോടാന്ന് പറഞ്ഞു. എന്നാ വാടാന്നും പറഞ്ഞ് ആ പുള്ളി നടന്നടുത്തു. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ അടിച്ചയാളാണ്. അടിക്കുകയും ഈ പുതിയ പാസ്റ്റർ ബെൽറ്റൂരി തിരിച്ചടിക്കാൻ ബെൽറ്റൂരി ഊരിയപ്പോഴാണ് കാണുന്നത് സ്പെഷ്യലി മേളൊരു ബക്കിള 1/2 കിലോ കാണും. ഇതുകൊണ്ടൊരടി കിട്ടിയാൽ മറ്റവൻ്റെ തല മിച്ചം കാണുകയില്ല. അവൻ ഇട്ട് ചോടുന്നത് കണ്ടു. ആ സഭ ഭരിക്കാൻ അതുപോലൊരുത്തനെ കൊണ്ട് ഒക്കുകയുള്ളൂ. അതായിരുന്നു ശൗലിൻ്റെ അഭിഷേകം. മനസ്സിലാകുന്നുണ്ടോ? ആ സഭ ഭരിക്കാൻ അവനെ കൊണ്ട് ഒക്കുകയുള്ളൂ. കർത്താവ് കുടുംബത്തെ മുഴുവനും ശുദ്ധീകരിച്ച് ക്ലീൻ ചെയ്തു. ഞാൻ ആ ഭാഗം തൊട്ടോട്ടെ. പാസ്റ്ററെ അടിച്ചവനെ ഭാരത ഇലക്ട്രോണിക്സിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തീട്ടവണ്ടി ഇടിച്ചാകുന്ന ഞാൻ കണ്ടതാണ്. ആ കാലങ്ങളിൽ ഞാൻ ഈ പറയുന്ന 1970-കളിലെ ചരിത്രമാണ്. അന്ന് ടോയ്ലറ്റുകൾക്കകത്തൊരു പാട്ട വെച്ചേക്കും. അതിനെ തോട്ടികളെന്ന് പറയുന്നൊരു വിഭാഗമൊക്കെ ഉള്ളത്. ടോയ്ലറ്റിനകത്തൊരു പാട്ട വെച്ചേക്കും. വീടിൻ്റെ പുറകിൽ കൂടെ വന്ന ടോയ്ലറ്റ് എടുക്കും. ആ എടുക്കുന്നവരെയാണ് തോട്ടികൾ എന്ന് വിളിക്കുന്നത്. തോട്ടികൾ ക്ലീൻ ചെയ്യുന്ന കാലമാണ്. ആ എടുക്കുന്ന മലിനത ഒരു ലോറിയിലാണ് ഇടുന്നത്. ഭാരത ഇലക്ട്രോണിക്സിൻ്റെ കോളനി ക്ലീൻ ചെയ്യുന്ന
ആ തീട്ടം കൊണ്ടുപോകുന്ന ലോറി വന്ന് ഇവനെ ഇടിക്കുന്നതും വീണിച്ചാകുന്നതും ഇടിക്കുന്നത് ഞാൻ കണ്ടില്ല, വീണിച്ചത്തത് ഞാൻ കണ്ടതാണ്. ആ കുടുംബത്തെ മുഴുവൻ ദൈവം ന്യായം വിധിച്ചു. സഭ നോർമലായി. ചിലയിടത്തേക്ക് അത്രയും ചില അഭിഷേകങ്ങൾ വേണം. ഞാൻ മുമ്പേ പറഞ്ഞ ആൾ പറഞ്ഞു, ചിലയിടത്ത് നീണ്ട സാക്ഷി പറയുന്നവരുണ്ട്, ചിലയിടത്ത് കൺട്രോൾ ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴേ ഞാനൊരു ടൈം ക്ലോക്കും കൂടെ വെക്കും. അലാറം അടിക്കുമ്പോൾ നിർത്തണം, ഏത് കെടി കെട്ടിയവനെ നിർത്തണം. അത് 2 മിനിറ്റിനായിരിക്കും അലാറം വെക്കുന്നത്. 2 മിനിറ്റ് സാക്ഷി എന്ന് പറഞ്ഞാൽ 2 ഉള്ളൂ, അതിനപ്പുറത്ത് പോവുകയില്ല. അങ്ങനെ ഭരിച്ചുണ്ട്. ആ പുള്ളി 6 7 ആഴ്ച ഭരിച്ചുള്ളത് കഴിഞ്ഞ് അസംബ്ലീസ് കോഡ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് നിൻ്റെ ജോലി കഴിഞ്ഞു, സഭ ക്ലീനായി, നിനക്ക് പോകാം. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അത് ശൗലിൻ്റെ അഭിഷേകമായിരുന്നു. പക്ഷെ ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എനിക്കായി ഒരു രാജാവിനെ അഭിഷേകം ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു രാജാവിനെ. ഞാൻ ദാവീദിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ടൊന്ന് കയറാൻ പോകാൻ. ദാവീദിൻ്റെ നെഗറ്റീവ് സൈഡ് എല്ലാം ഒന്നും വിശദീകരിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ വേണ്ട, എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട, ഒരുത്തർക്കും എന്നെ വേണ്ട, ഞാൻ ആർക്കും വേണ്ടാത്ത ഒരാളാണ്. അത് സത്യമായിരുന്നു. ദാവീദിൻ്റെ ഹിസ്റ്ററിയിലോട്ട് പോയാൽ ഒരുപാട് മോശമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിലുണ്ട്. ദാവീദ് ഒരിക്കലും ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, പാപത്തിൽ ഞാൻ ഉരുവായി, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാനുണ്ടായത് അങ്ങനല്ല, ഞാനുണ്ടായത് ഒരു വിശുദ്ധമായ കുടുംബജീവിതത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദാവീദ് ജനിച്ചത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അയാളത് പാടിയത്. അതേ കാരണത്താലാണ് അപ്പനും അമ്മയും പറഞ്ഞത്, മോനെ നിന്നെ വഹിക്കാൻ ഒരു നിവൃത്തിയില്ല, പോയേ പറ്റൂ, നീ വേശ്യാപുത്രനാ, പോയേ പറ്റൂ. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലോട്ട് പോകുന്നില്ല, ചരിത്രം ഒത്തിരി ഉണ്ട്. സഹോദരന്മാർ പറഞ്ഞ്, നിന്നെ ഞങ്ങളുടെ കൂടെ വീട്ടിൽ കയറ്റാനൊക്കത്തില്ല, വല്ല കടുവായുടെയും കടി കൊണ്ട് ചാകടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വിട്ടിരിക്കുക. പക്ഷേ ഈ ദാവീദിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സത്യമായും വേശ്യാപുത്രൻ. എനിക്കെന്ന് ഒരു വാക്കൂടെ തൊടുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. പണ്ട് ബോവസ് രൂത്തിനെ കല്യാണം കഴിച്ചു. രൂത്തിൻ്റെ വിവാഹമൊക്കെ ഇച്ചിരി മോശമായിരുന്നു. അയാൾ കള്ളും കുടിച്ചു കിടക്കുന്ന പരുവത്തിന് പുതപ്പ് പൊക്കി വെച്ച് കയറിയതാണ് രൂത്ത്. ഇതെല്ലാവർക്കും അറിയാം. രൂത്ത് ഒരു ജാതിപ്പെട്ടതാണ്. പല തലമുറകൾ ദൈവസന്നിധിയിൽ കയറരുത് എന്ന ഓർഡറുള്ള പെണ്ണാണ്. ഇവളെയാണ് കല്യാണം കഴിച്ചത്. നിശ്ചയമായും ജാതികളിൽ നിന്നുള്ള, നമ്മെ കുറിക്കുന്ന ജാതികളിൽ നിന്നുള്ള ദത്തെടുപ്പിനെ കാണിക്കേണ്ടതിന് ദൈവം അനുവദിച്ചതാണ്. പക്ഷേ അന്നത്തെ ബോവസിൻ്റെ സ്റ്റാൻഡേർഡിലും സ്റ്റാറ്റസിലും ആർക്കും ചോദ്യം ചെയ്യാനൊക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ മിടുക്കനായിപ്പോയി. അയാളുടെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ദാവീദിൻ്റെ പിതാവ് മിടുക്കനായിരുന്നു. അദ്ദേഹം ഒരു യഹൂദ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 7 ആൺപിള്ളേർ ജനിച്ചു, 7 ആൺപിള്ളേർ ജനിച്ചു. അതോടുകൂടെ ഈ ഗ്രഹത്തിൻ്റെ മഹിമ കുറഞ്ഞു തുടങ്ങി. ജനം ഉയർന്നു, ഈ കുടുംബം താണു. കാര്യം വൃത്തികേട കാണിക്കുന്നതല്ല, ഇവർ താണു, ആ ജനം ഉയർന്നു. അവർ പറഞ്ഞു, ഇശായിയെ ഞങ്ങൾക്ക് വേണ്ട. കാര്യം ഇശായി ഇതുപോലുള്ള വ്യഭിചാരത്തിൽ നിന്നുണ്ടായവനാ, ഇവനെ നമുക്ക് വേണ്ട. ജനം മുഴുവനും ആ കുടുംബത്തിനെതിരായി തിരിഞ്ഞു. ഇശായിയുടെ ഭാര്യ പറഞ്ഞു, നീ എന്നെ പറ്റിച്ചു, നീ ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞാണ് എന്നെ കല്യാണം കഴിച്ചത്. ഇന്ന് ഇസ്രയേലിൽ ഇന്ന് നമ്മളെ കയറ്റുകയില്ല, നാളുകൾ കല്ലെടുത്തെറിയാൻ വരിക. അതുകൊണ്ട് മേലാൽ നിന്നോടുള്ള ബന്ധം വേണ്ട. 2 പേരും ബന്ധം വിട്ട് താമസിച്ചു. അന്നൊരിക്കൽ ആ മനുഷ്യന് തൻ്റെ വികാരങ്ങൾ അടക്കാൻ വയ്യാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇസ്രയേലിൽ വേറൊരു പരിപാടിയുണ്ട്, ഭാര്യ വരുന്നില്ലെങ്കിൽ ഭാര്യയുടെ ദാസിയുടെ കൂടെ പോകാമെന്ന്. അങ്ങനെ ദാസിയുടെ കൂടെ കൂടി അവിടെ നിന്നുണ്ടായതാണ് ദാവീദ്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അത് തന്നെയാണ് അയാൾ പറഞ്ഞത്, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എൻ്റെ അപ്പൻ എന്നെ കയറ്റത്തില്ല, അമ്മ എനിക്ക് അടുപ്പിനൊക്കത്തില്ല. അമ്മയ്ക്ക് നിഷേധിച്ചേ പറ്റുള്ളൂ, അടുപ്പിക്കാനൊക്കത്തില്ല. സഹോദരന്മാരാരും എൻ്റെ കൂടില്ല, ഞാൻ ഏകനായി. അതുകൊണ്ട് ആട് തീറ്റി നടക്കുക. പക്ഷേ ഇതിനകത്ത് ദാവീദിൻ്റെ കുറ്റമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളാണ് പലരും, എല്ലാവരുമല്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ശിക്ഷവാളികളാണ്. ഈ ദാവീദ് ദൈവത്തെ ഇപ്പോഴും പാടി സ്തുതിക്കും. ഇയാളുടെ ഒരു തോളത്ത് വീണയും വേറൊരിടത്ത് കിന്നരവും ഒക്കെ തൂക്കിയിട്ടുണ്ട്. ദാവീദ് ഇങ്ങനെ ആട് തീറ്റിക്കൊണ്ട് നടക്കുക. ഇയാളുടെ പാട്ടും ഇയാളുടെ ധ്യാനവും ഇയാളുടെ ദൈവവിശ്വാസവും ദൈവത്തിനങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, എനിക്ക് ഒരു രാജാവിനെ ഈശായിയുടെ മക്കളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഈശായിയുടെ മക്കളിൽ നിന്ന് എനിക്കൊരു രാജാവിനെ കണ്ടിട്ടുണ്ട്. നീ അവിടെ പോയി അവനെ അഭിഷേകം ചെയ്യണം.
ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ, കർത്താവേ, ഇത് ലൈഫ് റിസ്ക്കാ, ആരും ശൗലറിഞ്ഞാൽ കൊല്ലും. എൻ്റെ കൈ കൊണ്ട് അഭിഷേക്തനാണ് അവൻ, പക്ഷേ അവനും ദൈവകൃപ മുഴുവൻ കളഞ്ഞു. എൻ്റെ കൈ കൊണ്ട് അഭിഷേക്തനാവൻ, പക്ഷേ അവൻ ദൈവകൃപ മുഴുവൻ കളഞ്ഞു. ശൗലറിഞ്ഞാൽ എന്നെ കൊല്ലും, എന്നെ തിരിച്ചു കൊല്ലും. അഭിഷേകം കൊടുത്തവന് അഭിഷേക്തനെ തൊടാൻ പേടിയായി വന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ പോകുമ്പോൾ ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ നീ യാഗത്തിന് വന്നു എന്ന് പറയാം. യാഗം കഴിക്കണം, യാഗം കഴിക്കും. നീ പശുക്കിടാവിനെ കൊണ്ടുപോകും. കൂട്ടത്തിൽ കൊമ്പിൽ തൈലം നിറയ്ക്കുക. ഞാൻ ആ വാക്കിലൊന്ന് നിന്നോട്ടെ. ഇസ്രയേലിൻ്റെ മുഴു ചരിത്രമെടുത്താൽ തൈലക്കൊമ്പ് എന്നൊരു ഉപകരണം ദേവാലയത്തിലില്ല. ഒന്നുകൂടെ ആവർത്തിക്കാം, തൈലപാത്രം ദേവാലയത്തിലുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 15 മില്ലി ലിറ്റർ മുതൽ 15 മില്ലി ലിറ്റർ മുതൽ ചെറിയ ചെപ്പ് മുതൽ 250 മില്ലി ലിറ്റർ 1/4 ലിറ്റർ വരെ കൊള്ളും. അത്രേ ഉള്ളൂ തൈലപാത്രം. അതിനേക്കാൾ താഴെയാ തൈലം. ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ എന്തും വേണ്ടും തൈലം വേണം. സാധാരണ ഒരു അഭിഷേകം നടക്കണമെങ്കിൽ ഒരു കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ട് അവൻ്റെ വലത്തെ കാതിൻ്റെ മേലും വലത്തെ കൈയുടെ പെരുവിരലിൻ്റെ മേലും കാലിൻ്റെ പെരുവിരലിൻ്റെ മേലും തൊട്ടാൽ മതി. അതിന് 3-4 ഗ്രാം എണ്ണ മതി അതിൻ്റെ ആവശ്യമുള്ളൂ. മില്ലി ലിറ്റർ എണ്ണ മതി അതിൻ്റെ ആവശ്യമുള്ളൂ. ഏറ്റവും കൂടിയ അഭിഷേകം കുഷ്ഠരോഗം സൗഖ്യമാകുന്നവൻ്റെ അഭിഷേകമാണ്. അവനാണ് ഏറ്റവും കൂടുതൽ എണ്ണ വേണ്ടത്. കുഷ്ഠം പാപത്തെ കുറിക്കുന്നതാണ്. പാപത്തിൽ നടന്ന് ഒരുത്തൻ പള്ളി വരാൻ തുടങ്ങിയാൽ അവൻ റെഗുലർലി വരത്തില്ല. ഒരാഴ്ച വരും, പിറ്റേ ആഴ്ച വരത്തില്ല. അവന് വലിയ ദൈവകൃപയുണ്ടെങ്കിൽ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിൽക്കത്തില്ല. അവനെ അഭിഷേകം ചെയ്യുന്ന അഭിഷേകമാണ് ഏറ്റവും കൂടുതൽ തൈലം. അതെത്രയുമെന്നറിയാമോ? ഇടത്തെ കൈയുടെ വെള്ളയ്ക്ക് ഒഴിക്കാവുന്ന അത്രയും, കൂടിപ്പോയ 10 മില്ലി ലിറ്റർ. ഇത്ര എണ്ണ മതി ഒരുത്തിനെ അഭിഷേകം ചെയ്യാൻ. ഇടത്തെ കൈ നിറച്ച് ആ എണ്ണ എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു. അതോടെ കുഷ്ഠരോഗി ശുദ്ധമായവൻ്റെ അഭിഷേകം നടന്നു. ഈ തൈലപാത്രം എന്നാൽ എന്ത്? അങ്ങനൊരു സാധനം ബൈബിളിലില്ല. എന്നാൽ ദാവീദിൻ്റെ അഭിഷേകത്തിൽ തൈലപാത്രമുണ്ട്. മനുഷ്യൻ യാത്രയ്ക്ക് പോകുമ്പോൾ, അക്കാലത്തെ ആളുകൾ യാത്രയ്ക്ക് പോകുമ്പോൾ കുടിവെള്ളം കൊണ്ടുപോകുന്ന 2 പാത്രങ്ങളുണ്ട്. അതിലൊന്നിനെ തുരുത്തി എന്ന് വിളിക്കും. പലർ ചേർന്ന് യാത്രയ്ക്ക് പോകുമ്പോഴോ ഒരാൾ പല ദിവസങ്ങളിലെ യാത്രയ്ക്ക് പോകുമ്പോഴോ ഒരു തുരുത്തിക്കകത്ത് വെള്ളം കൊണ്ടുപോകും. ഒരു തുരുത്തിയുടെ കപ്പാസിറ്റി 20 ലിറ്ററാണ്. 20 ലിറ്റർ വെള്ളം കൊണ്ടുപോകും. അത് ഹാഗാറിനെ ഇറക്കി വിട്ടപ്പോൾ ഒരു തുരുത്തി വെള്ളം കൊടുത്തയച്ചു. 20 ലിറ്റർ വെള്ളം, അതാണ് വലിയ പാത്രം. ഒറ്റയാൾ മാത്രം ഒരു ദിവസത്തെ വഴിയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ പാത്രം എടുക്കും. അതിനെ കൊമ്പെന്ന് വിളിക്കും. 1.5 ലിറ്ററാണ് അതിനകത്ത് കൊള്ളുന്നത്. കർത്താവ് പറഞ്ഞു, പ്രവാചക, ഇന്ന് നീ വെള്ളം എടുക്കണ്ട, കൊമ്പിലോട്ട് തൈലം നിറച്ചു. മറ്റവൻ അറിയാതിരിക്കാനാ. നീ കൊമ്പിലോട്ട് തൈലം നിറച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയെല്ലാം മൾട്ടിപർപ്പസാണ്. നീ കൊമ്പിലോട്ട് തൈലം നിറച്ചു, പൊയ്ക്കോളാൻ പറഞ്ഞു. 1.5 ലിറ്റർ തൈലം കൊമ്പിനകത്ത് കൊള്ളും. അതിനകത്ത് തൈലം നിറച്ചു. തെണ്ട് ദാവീദിൻ്റെ വീട്ടിലെത്തി, ഇശായിയുടെ വീട്ടിലെത്തി. നമുക്കറിയാം, ആദ്യത്തെ പിള്ളേരെ 7 കൊണ്ടുവന്നു, 7 ശോധന ചെയ്തു. അല്ല, അത് കഴിഞ്ഞൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയും പിള്ളേരെ ഉള്ളവിടെ? മക്കളെ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാത്തിനെയും കൊണ്ടുവന്നു. ഡിക്ലെയർഡായ പിള്ളേരെ മുഴുവൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചാൽ, ഇനി ഇല്ലയോടാ ബാക്കി? സത്യം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ദാവീദിനെ കൊണ്ടുവരുന്നത്. ഞാനൊരു കൊച്ചു ഉദാഹരണം കൂടെ പറയാം, എളുപ്പം ആരും മറക്കാതിരിക്കാനാണ്. സാമച്ചൻ എന്നും പറഞ്ഞൊരു പാസ്റ്റർ ഈ പുനലൂരുണ്ട്. എൻ്റെ ഓർമ്മയിൽ ബഹ്റിനിൽ വെച്ച് കോട്ടയംകാരൻ ഒരു ഡോക്ടർ ഏബ്രഹാം ഉണ്ടായിരുന്നു, കോട്ടയംകാരൻ. അദ്ദേഹം ബഹ്റിൻ രാജകുടുംബത്തിലാണ് ജോലി ചെയ്തിരുന്നത്. രാജാവിൻ്റെ ഡോക്ടറായിരുന്നു. സാമച്ചൻ്റെ പ്രവചനങ്ങളും പേരെടുത്ത് പറയുന്നതും മറ്റും ഒക്കെ കേട്ട് ഏബ്രഹാം അങ്ങേയറ്റം ആകൃഷ്ടനായിച്ച് രാജകുടുംബത്തിലിരുന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ പ്രോഫറ്റ് വന്നിട്ടുണ്ട്, ഭയങ്കര ഷാർപ്പാണ്, ഇങ്ങനെ പേരൊക്കെ പറയുമെന്ന് പറഞ്ഞു. എന്നാൽ അവനെ ഇന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സാമച്ചനെയും കൊണ്ട് ഒരിക്കൽ രാജകൊട്ടാരത്തിൽ പോയി. നടന്ന ചരിത്രമാണ്. രാജകൊട്ടാരത്തിൽ പോയി രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അൺഡിക്ലെയർഡായ ഒരു മോൻ നിനക്കുണ്ട്, 16 വയസ്സായി, ഇന്ന രാജ്യത്താണ്. ഇതുപോലെ ഒരു വേശ്യാപുത്രനാണ്. അത് കാരണം ആരെയും അറിയിക്കാതെ വേറൊരു രാജ്യത്ത് കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അൺഡിക്ലെയർഡ് ഒരു മോൻ നിനക്കുണ്ട്, 16 വയസ്സായി. അവന് 18 ആകുന്നതിന് മുമ്പേ അവനെ തട്ടിയില്ലെങ്കിൽ അവൻ നിന്നെ തട്ടും. 18 ആകുന്നതിന് മുമ്പേ അവനെ തട്ടണം. അവൻ ഈ രാജ്യത്തോട്ട് വരാതെ മാറ്റണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ തട്ടും. സത്യമായിരുന്നു. പക്ഷേ ആ ചെറുക്കൻ തിരിച്ചു വന്നു. 18-ാമത്തെ വയസ്സിൽ അവൻ ഇങ്ങോട്ട് വരികയും
അപ്പൻ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി രാജ്യത്തു നിന്ന് കയറ്റി അയച്ചു. പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടുമില്ല, വരാൻ ഒക്കത്തുമില്ല. ഇതുപോലൊരു ചോദ്യമാണ് ദാവീദിൻ്റെ അപ്പനോട് ചോദിച്ചത്, നിനക്ക് ഈ 7 ഉള്ളോടാ? അയാൾ ആദ്യം വന്ന് പറഞ്ഞ 7 മക്കളെന്നാണ്, കൊണ്ടുപോവാ. ഈ 7നെ ശോധന അയച്ചു. പറഞ്ഞു, ഇനി ഉണ്ടോടാ? സത്യം പറ. പറഞ്ഞു, ഒന്നുകൂടുണ്ട്, അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതല്ല, കൊണ്ടുപോവാ. അവൻ വരാതെ ഇല്ല. ദാവീദിനെ കൊണ്ടുവരികയും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവനാണ് അഭിഷേകത്തിന് യോഗ്യൻ. കൊമ്പിൽ നിന്ന് തൈലം അവൻ്റെ മേൽ ഒഴിച്ചു. 1.5 ലിറ്റർ. ദാവീദിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത 1.5 ലിറ്റർ എണ്ണയാണ്. ഒരു മനുഷ്യൻ്റെ തലയിലോട്ട് ഒരു 1.5 ലിറ്റർ എണ്ണ ഒഴിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് താഴോട്ട് പയ്യെ ഒഴുകും. അവൻ്റെ സൈഡിലുള്ള വീണയും കിന്നരവും അഭിഷക്തമാകും. അവനിട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവനും അഭിഷക്തമാകും. അവൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്ന സ്ലിങ് അഭിഷക്തമായി, ഇടയസഞ്ചിയായ പൊക്കണം അഭിഷക്തമായി. ദാവീദ് നടക്കുന്നിടത്തൊക്കെ അഭിഷേക തൈലം വീഴുന്നത് പോലെ തൈലത്തിൽ കുതിർന്നു. ഈ പകൽ തൊട്ടുവരട്ടുന്ന അഭിഷേകം വേറെ, കുതിർക്കുന്ന അഭിഷേകം വേറെ. തൊട്ടുവരട്ടുന്ന അഭിഷേകം കൊണ്ട് ദാവീദിനൊക്കത്തില്ല. കാര്യം ഈ തകർന്ന സാഹചര്യത്തിൽ നിന്ന് ജനത്തെ വെടിവിച്ചു കൊണ്ടുവരണം. ഇവിടെ എല്ലാം തകർന്നു കിടക്കുക. അതുകൊണ്ട് അവൻ നടക്കുന്ന ഇടത്ത് അത് വരാൻ. പാസ്റ്റർ പി സി ചെറിയാൻ പാസ്റ്റർ, അദ്ദേഹം ബാംഗ്ലൂരിൽ വരാറുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ കൂടെ ശുശ്രൂഷിക്കാറുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ പലതിലും അദ്ദേഹം വരുന്ന പതിവുണ്ട്. ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ കാണുന്നത്. പലപ്പോഴും ബാംഗ്ലൂരിലെ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുമ്പോൾ ഒന്നുകിൽ ആരംഭ ദിവസങ്ങളിൽ, ഇല്ലെങ്കിൽ ചില ആഴ്ചകളുടെ ചില പ്രത്യേക സംഘങ്ങളിൽ ഒരു സ്പെഷ്യൽ ലിഫ്റ്റിംഗ് അപ്പ് ആവശ്യമാണെന്ന് തോന്നുന്നിടത്ത് അതിന് യോഗ്യരായ ശുശ്രൂഷകന്മാരെ വിളിച്ചിടും. ഞങ്ങൾ 7 പേരെ കിട്ടി, അതുകൊണ്ട് 7 ദിവസം ഇരുന്നോട്ട്, കിട്ടുന്ന ദിവസം കിട്ടുന്നവരെന്ന് പറഞ്ഞാൽ നോ, അങ്ങനെയല്ല. കാര്യം ഞങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലെ ഉപവാസ പ്രാർത്ഥന ആൻറ്റി പുറകിൽ ഇരിപ്പുണ്ട്, പാസ്റ്റർ വഴി ഇരിപ്പുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 1500 പേരെങ്കിലും എല്ലാ ദിവസവും ഉപവസിക്കുന്നവരായിട്ടുണ്ട്. വന്നിരിക്കുന്നവരല്ല, ഉപവസിക്കുന്നവരായി ഒരു 1500 പേരെങ്കിലും എല്ലാ ദിവസവും കാണും. അത്രയും ജനം ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവം അതുപോലെ ഉപയോഗിക്കാവുന്ന ആളുകൾ വേണം. അതുകൊണ്ട് അതുപോലുള്ളവരെ മാത്രമേ വിളിക്കത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവത്തിനും അറിയാം, ശൗല് ഭരിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്ന ദേശമാണ്. ശൗല് ഭരിച്ച് ന്യായാധിപന്മാർ ഭരിച്ചു. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടന്ന ന്യായാധിപന്മാർ ഭരിച്ച കാലത്ത്. ശിംശോൻ എന്ന വലിയ അഭിഷക്തനുണ്ടല്ലോ, അവനും പെണ്ണുകേസിൽ പിടിക്കപ്പെട്ടവനെ പല പ്രാവശ്യം തുറന്നടിച്ച് ഇതുപോലെ നശിച്ചതെല്ലാം കൂടെ ദാൻ വിഭാഗത്തിൽപ്പെട്ടവർ, ദാൻ ഗോത്രത്തിൽപ്പെട്ടവർ. ഞാൻ ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ബാംഗ്ലൂരിലെ മെയിൻ ചർച്ചിനകത്ത് അത് എടുത്തു പറഞ്ഞായിരുന്നു. ഈ മണവാട്ടി സഭയിൽ ചേർക്കപ്പെടാനുള്ളവർ, മണവാട്ടി സഭയിൽ ആ ഭാഗം ഒന്ന് തൊടുക. മണവാട്ടി സഭയിൽ ചേർക്കപ്പെടുവാനുള്ളവർ ഒന്ന് പഴയ നിയമസഭയിൽ നിന്നുണ്ട്. അവരിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അവരെയും പുതിയ നിയമസഭയിൽ നമ്മളോടൊപ്പം കൊണ്ടുവരും. 2 പുതിയ നിയമസഭയിൽ നിന്നുണ്ട്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവ ഒന്നുമില്ലാത്ത ഒരു വിഭാഗത്തെ പുതിയ നിയമസഭയിൽ നിന്ന് വേർതിരിക്കും. രക്ഷിക്കപ്പെട്ടവനെല്ലാം മണവാട്ടി സഭയെ കാണത്തില്ല. ഇല്ല. അതിനകത്ത് കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാതെ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ച ഒരു വിഭാഗം കാണും. പിന്നെ ലാസ്റ്റ് ഡേ സെയിൻസ്, എന്തുവാ അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല, മഹോദ്രവ വിശുദ്ധന്മാർ. ആ മഹോദ്രവ കാലത്ത് തലഛേദിക്കപ്പെട്ടവരും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കപ്പെട്ടവരും കൊന്നവരുമായ പഴയ നിയമവിശുദ്ധന്മാരോടൊപ്പം പുതിയ നിയമവിശുദ്ധന്മാരെ കൊണ്ടുവരും. അങ്ങനെ പുതിയ നിയമവിശുദ്ധന്മാർ, യഹൂദന്മാരിൽ നിന്നുള്ള പുതിയ നിയമവിശുദ്ധന്മാരെ കൊണ്ടുവരുമ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്നായി ഒരു 144 എണ്ണത്തെ എടുത്ത് കാണാൻ കഴിയും. 12,000. അതിനകത്തൊരു ഗോത്രം വിട്ടുപോയതാർക്കെങ്കിലും അറിയാവൂ? ദാൻ ഗോത്രം പോയി. കാര്യം ദാൻ ഗോത്രവും പണ്ട് പോയ കൂട്ടത്തിൽ വിഗ്രഹാരാധനയ്ക്ക് കൂടിയതാണ്. ന്യായാധിപന്മാർ ഭരിച്ച കാലം അന്ന് തോന്നിയതുപോലെ നടന്നതാ ജനം. ഇവിടെ ന്യായാധിപന്മാർ ഭരിച്ച ജനം നശിച്ച് ഒന്നുമില്ലാതെ കിടന്ന സാഹചര്യത്തിലാണ് ശൗലിനെ കൊണ്ടെന്ന് ബാക്കി അവനും നശിപ്പിച്ചു. സകലതും തീർന്ന ഒരു സാഹചര്യത്തിൽ ഇതൊന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യണം. ഇന്നത്തെ ഭാരതത്തിൽ സഭയ്ക്ക് പോകാവുന്നതിൻ്റെ പരമാവധി താഴെ പോയി. ആ ആരംഭകാല അനുഭവങ്ങൾ ഒന്നും നമ്മുടെ ഇല്ല. പണ്ട് നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായിരുന്ന ഇടത്ത് ഇന്ന് ആശുപത്രികളിൽ ജനം സൗഖ്യമാകാതെയായി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാലഘട്ടമായി. പണ്ടതല്ലായിരുന്നു, നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായിരുന്നു. ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു വാക്ക് സാക്ഷ്യം പറയട്ടെ. ഒറ്റ പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഞാൻ പേര് പറയത്തുള്ളൂ. തോമസ് ജോർജ് കോഴഞ്ചേരിക്കാരനാണ്. ബേസിക്കലി കോഴഞ്ചേരിക്കാരനാണ്. ഇന്ന് അദ്ദേഹം ഡൽഹി അടുത്ത് താമസിക്കുന്നു.
ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. സത്യം സത്യം സത്യം, ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം അക്കാലങ്ങളിൽ, ഇന്നേക്ക് ഒരു 30 വർഷപ്പുറകിൽ അദ്ദേഹം അഭിഷക്തനായി ആദ്യം അങ്ങോട്ട് ഇറങ്ങുക. L16 ലജ്പത് നഗറിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നത്. ഞാനിവിടെ ഉണ്ട്. ആ അഭിഷേകത്തെ തുടർന്ന് അദ്ദേഹം ആളുകളെ കർത്താവിലേക്ക് നയിച്ചു തുടങ്ങി. ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ മീറ്റിങ്ങിന് പോകുന്നത്. ഈ മനുഷ്യൻ ആരോടും പേര് പറയത്തില്ല. എന്താ പേരെന്ന് ചോദിച്ചാൽ, അരേ യാർ ഖുദ ക നാം ഇൻസാൻ ക നാം മേ ക്യാ ഹേ. എടാ, മനുഷ്യൻ്റെ പേരിനകത്ത് എന്നാ ഉണ്ട്? നീ ദൈവമേ എന്ന് വിളിക്കുക. നീ എവിടെടാ താമസിക്കുന്നത്? അരേ യാർ ആസ്മാൻ കെ നീച്ചെ ക്യാ ബോൽന യാർ. ആകാശത്തിൻ്റെ കീഴടാ, എന്നാ ചോദിക്കാനാ? ഇതല്ലാതെ അദ്ദേഹത്തിൻ്റെ വേറെ ബോട്ട് പറയത്തില്ല. പറഞ്ഞാൽ 2 ദിവസിക്കാൻ കൊല്ലും. അതായിരുന്നു ആ മനുഷ്യൻ ഞാൻ അധികം പ്രാവശ്യം പേര് പറയുന്നില്ല. അതായിരുന്നു ആ മനുഷ്യൻ്റെ സ്ഥിതി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പാൻറ് ഷർട്ടും ഇട്ടുകൊണ്ടായിരിക്കും. മേ ബി ഒരു 10 മൈൽ, ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യും. അവിടെ ഒരു സ്നേഹിതൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി പാവാടയും ബ്ലൗസും ഇടും. വീട്ടിലോട്ട് വന്ന് കയറി ആളല്ല തിരിച്ചിറങ്ങുന്നത്. പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ടായിരിക്കും നല്ല ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നത്. ഇവൻ എവിടുന്ന് വരുന്നത് ആർക്കും അറിയത്തില്ല. അവിടുന്ന് വീണ്ടും ഒരു ആണുങ്ങളുടെ ഡ്രസ്സ് ഇടും. അത് ഇട്ടുകൊണ്ടാണ് മീറ്റിംഗ് സ്ഥലത്ത് ചെല്ലുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. 1, 2, 3 ദിവസമല്ല, പല ദിവസം. കൂട്ടമായ ആളുകൾ രക്ഷിക്കപ്പെട്ട് വരുമായിരുന്നു. തോമസ് ജോർജ് നടന്നു പോകുന്ന വഴിയിൽ കുഷ്ഠരോഗികളെ, ഭ്രാന്തന്മാരെ കയ്യും കാലും കെട്ടി വഴിയിലിട്ടേക്കുമായിരുന്നു. നിഴലടിച്ച രോഗികൾ സൗഖ്യമായിരുന്നു. അതായിരുന്നു ദൈവസഭ. അതാകുന്നു ദൈവസഭ. ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും കൂടെ. നമ്മൾ അവിടം വരെ വന്നു. ശൗൽ ഭരിച്ച് തകർന്ന രാജ്യം രക്ഷിക്കേണ്ടതിന് ഒരു കൊമ്പിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച ശൗലിനെ പോലെ, ദാവീദിനെ പോലെ ഈ സഭ ഒന്ന് കെട്ടി ഉയർത്തുവാൻ, ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു ശക്തിയുള്ള അഭിഷേകമുള്ള ചിലതിനെ ദൈവത്തിന് വേണം. ദൈവത്തിന് വേണം. ശിഷ്യന്മാർ 12 പേരും പോയി ശുശ്രൂഷ ചെയ്തു, വളരെ വിജയിച്ചു. പക്ഷേ അവരുടെ അകത്തൊരു ചോദ്യം കയറി, ആര് വലിയവൻ, എനിക്കെന്നാ കിട്ടും? ഈ സാഹചര്യമായപ്പോൾ തമ്പുരാൻ പറഞ്ഞ്, പോസ് നിർത്തുമോനെ, തൽക്കാലം നിർത്തും. പിരിച്ചുവിടുകയല്ല, തൽക്കാലം നിങ്ങളൊന്ന് മാറുന്നില്ലേ? എനിക്ക് നിങ്ങളെ ഉപയോഗിക്കുന്നതിന് മുന്നമേ എനിക്കൊരു എമർജൻസി കമ്മീഷനുണ്ട്. ഞാനൊരു 70 പേരെ വിളിച്ചോട്ടെ. ഇന്ന് രാത്രിയിൽ വലിയ ബാക്ക്ഗ്രൗണ്ടില്ലാത്ത ചിലതിനെ, എമർജൻസിക്കുള്ള ചിലതിനെ സ്വർഗത്തിലെ ഒന്ന് വിളിക്കട്ടെ. കർത്താവേ, ഒരു അഭിഷേകം എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ യോഗ്യമായി ഇടപെടും. ദാവീദിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, തലയിലോട്ട് ഒരു 1.5 ലിറ്റർ തൈലമാണ് വീണത്. തൻ്റെ സൈഡിൽ കെട്ടിയിരിക്കുന്നതായ ആ വട്ടിക്കോൾ വീണ തൻ്റെ കിന്നരം, ഇത് നാളെ ഉപയോഗിച്ചാൽ ശൗലിലെ ഭൂതം ഇളകും. സാധാരണ കിന്നരം ഉപയോഗിച്ചാൽ ഒരു ഭൂതവും ഇളകത്തില്ല. ഞാനും എൻ്റെ ഉപകരണങ്ങളും അഭിഷക്തമാകണം. ഞാനും ജോലി ചെയ്യുന്ന ഓഫീസും ഞാൻ ഉപയോഗിക്കുന്ന ടേബിൾ അഭിഷക്തമാകണം. ഞാൻ ഒരു വലിയ മനുഷ്യൻ്റെ ഓഫീസിലൊരിക്കൽ ഞാനായിരുന്നു, ജോൺ ഹേഗിയുടെ ഓഫീസിൽ ഒരിക്കൽ ഞാൻ പോയി. അദ്ദേഹത്തിൻ്റെ ചർച്ചിലും പോയി, ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ജോൺ ഹേഗിയെ കാണുന്നൊന്നും എളുപ്പമല്ല, കാണാൻ അനുവദിക്കത്തില്ല. കാര്യം ജോൺ ഹേഗിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഒരു ദിവസം അദ്ദേഹം നല്ലൊരു മെസ്സേജുമൊക്കെ 2-3 സാഹിബുമാർക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. അതിലൊന്ന് ജോൺ ഹേഗിയാണ്, വേറൊന്ന് ആരായിരുന്നു ഞാൻ ഓർക്കുമ്പം പറയാം. ജോൺ ഹേഗി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുവാൻ ഒരു പുള്ളി ഫ്രണ്ടിലെ 2nd റോയിൽ വന്നിരുന്നു. ഫ്രണ്ട് റോയിലല്ല, 2ാമത്തെ റോയിൽ ഒരുത്തൻ വന്നിരുന്നു. ഹേഗി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ഇവൻ തോക്കെടുത്തു, എഴുന്നേറ്റു. ഹേഗി പറഞ്ഞൊരു മറുപടി, സിറ്റ് ഡൗൺ. ഇവൻ ഒരു ഒറ്റ തെറിക്കുകയായിരുന്നു, ആത്മവിശ്വാസത്തിൽ തെറിച്ചു. സിറ്റ് ഡൗൺ. അടുത്ത ചോദ്യം, ഇന്ന് രാവിലെ ദൈവത്തിങ്കിൽ നിന്നൊരു മെസ്സേജ് വാങ്ങി ജനത്തിന് കൊടുക്കുവാൻ ഞാൻ വരുമ്പോൾ നിനക്ക് വെടിവെച്ച് കളിക്കാനാണോ ഞാൻ ഇവിടെ നിൽക്കുന്നത്? അവനെ സെക്യൂരിറ്റിക്കാരെടുത്ത് പോലീസിന് കൊടുത്തു, പോലീസ് കൊണ്ടുപോയി. അവനെന്തോക്കും കൂടെ നടന്ന ചരിത്രമാണ്. ജോൺ ഹേഗിക്ക് ഭയങ്കര സെക്യൂരിറ്റി ഗാർഡ്സാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലൊന്നും ആരെയും കാണാൻ വിടത്തില്ല. ഭാഗ്യത്തിന് എന്നെ എൻ്റെ വൈഫിനെയും കൂടെ അനുവദിച്ചു. അദ്ദേഹം ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റും ഒക്കെ തന്നു. ഞങ്ങളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ജോൺ ഹേഗിയോട് ചില മിനിറ്റുകൾ സംസാരിച്ചു. എന്തോ സംസാരിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പക്ഷെ വലിയൊരു ആത്മസാന്നിധ്യം ഉണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ. തിരിച്ചു വന്നപ്പോൾ മോൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ഇളയ മോനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓർക്കുന്നത്, ഇരിക്കാൻ പറഞ്ഞോ ഇല്ലെന്ന് ഞാൻ ഓർക്കുന്നില്ല.
കാര്യം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, വലിയൊരു ആത്മീയാന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു, ഇല്ലയെന്ന് ഓർക്കുന്നില്ല. അയാൾ ഇരുന്നു പറഞ്ഞു, അതും ഞാൻ ഓർക്കുന്നില്ല. ഡാഡി, അയാളുടെ ഓഫീസിൽ കസേറയില്ല. എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അയാളുടെ ഓഫീസിൽ കസേറയില്ല. അപ്പം ഞാൻ ഓർത്തിടെ ശരിയാണ്, അയാളുടെ ടേബിളെല്ലാം ഈ പുൾപ്പിറ്റിൻ്റെ കളരമാണ്. ഇതേ വെച്ചാണ് അയാൾ ടൈപ്പ് ചെയ്യുന്നത്, ഇതിലാണ് എല്ലാ ഉപകരണങ്ങളും. അദ്ദേഹത്തിൻ്റെ, തൻ്റെ സ്റ്റാഫിൻ്റെ അല്ല, സ്റ്റാഫിനൊക്കെ ടേബിളുമുണ്ട്, ചെയറുമുണ്ട്. അയാളിങ്ങനെ നിൽക്കുക. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു തന്നത് ഇതിൻ്റെ മേളിൽ നിന്ന് എടുത്തു തന്നെ. ഞാൻ പറഞ്ഞു, എടാ ശരിയാണ്, അയാൾ കസേറയില്ല. അയാളുടെ വിശ്വാസം ഇരുന്ന് ജോലി ചെയ്താൽ, ഒരു പാസ്റ്റർ എന്നുള്ള സ്ഥാനത്ത് ഇരുന്ന് ജോലി ചെയ്താൽ പതുക്കെ. കർത്താവിൻ്റെ വില ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ നിന്നുകൊണ്ട് വേണം പണി. എന്നെ കൊണ്ടൊക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ടൊക്കുകയില്ല. കമ്മിറ്റ്മെൻ്റുള്ള പലരും ഉണ്ട് മോനെ. കമ്മിറ്റ്മെൻ്റുള്ള ചിലരുണ്ടല്ലോ, അവരുടെ കിന്നരം വായിച്ചാൽ, അവരുടെ വീണ വായിച്ചാൽ ഭൂതവിളക്. അതിൽ അല്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദാവീദ് എവിടുന്ന് കിട്ടിയ അനുഭവം? ആ പ്രവാചകൻ വന്ന വരവിന്, ശമൂവേൽ വന്ന വരവിന് എൻ്റെ മേൽ തൊട്ട് പെരട്ടുകല്ലായിരുന്നു, അങ്ങ് ഒഴുക്കിയായിരുന്നു മോനെ. തൊട്ട് പെരട്ടിയ പോരായിട, അതും അഭിഷേകം ആകും. പക്ഷെ പിന്നെന്തിനാ നിൻ്റെ മേൽ ഒഴിച്ചത്? ദൈവത്തിനൊരു പർപ്പസുണ്ട്. ഇന്ന് രാത്രിയിൽ പർപ്പസുള്ള ചിലർ ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് സാധാരണക്കാരന് ലഭിക്കുന്നത് പോരാ, അതിനേക്കാൾ ഉന്നതമാകണം. അതിന് വാക്യം എവിടെ? ലേവ്യ പുസ്തകത്തിലെങ്ങനെ വാക്യമുണ്ട്? വാക്യം കള, അത് നിനക്ക് വേണ്ടിയാ. എൻ്റെ ലെവൽ വേറൊന്നാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്ന സമയത്ത് ഒരിക്കലൊരു എമർജൻസി എനിക്കൊരു ലീവ് എടുക്കേണ്ടതായി വന്നു. ഒരു അത്യാവശ്യത്തിന്, ഗവൺമെൻറ് ആവശ്യത്തിന് വേണ്ടി വരിക. ആ കൂട്ടത്തിൽ ഞാൻ പഞ്ചാബിൽ നിന്ന് വന്ന് ഡൽഹിയിൽ നിന്ന് വന്ന് ബാംഗ്ലൂർ വരണം. ബാംഗ്ലൂർ വന്ന ശേഷം അവിടുന്ന് ഒരു 3 ദിവസത്തെ ലീവ് വേണം. ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ വരെ വന്നേച്ച് പോകണം. ഭാര്യ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടിയാണ്, ഇവിടെ കൊണ്ട് വിട്ടേച്ച് പോകണം. അതിനൊരു ലീവ് ആപ്ലിക്കേഷൻ എടുത്തു. സെക്ഷനിൽ നിന്ന് ഒറ്റ ഒരുത്തം തരികയില്ല. അവൻ പറഞ്ഞു, പറ്റത്തില്ല, തിരിച്ച് നീ ബാംഗ്ലൂരിൽ പോയിച്ച് തിരിച്ച് ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് ലീവിൽ പോക്കോ, ഇവിടുന്ന് ലീവ് തരാൻ ഒക്കത്തില്ല. 3-4 പേരെ അപ്രോച്ച് ചെയ്തിട്ട് ഒരൊറ്റ ഒരുത്തിന് ലീവ് സാങ്ഷൻ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ കമാൻഡിങ് ഓഫീസർ എടുത്തു പറഞ്ഞു, സാറേ സംഭവം ഇങ്ങനെയാണ്. ഞങ്ങളുടെ ലീവ് ആപ്ലിക്കേഷനകത്ത് ആദ്യം എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ചെയ്യും. അതിൻ്റെ മേളിലോട്ട് സ്പെയർ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ സെക്ഷൻ കമാൻഡർ അതിൻ്റെ താഴെ ഒരു 3-4 പേരുടെ റെക്കമെൻഡേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് കമാൻഡിങ് ഓഫീസറോ അഡ്മിൻ ഓഫീസർ ഗ്രാൻഡഡ് എന്നോ നോട്ട് ഗ്രാൻഡഡ് എന്നോ എഴുതി സൈൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കമാൻഡിങ് ഓഫീസറോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആപ്ലിക്കേഷൻ ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് അദ്ദേഹം എൻ്റെ സിഗ്നേച്ചറിൻ്റെ അടിക്ക് ഒരു വരയിട്ടേച്ച്, അങ്ങേരുടെ സിഗ്നേച്ചറിൻ്റെ മേളിലും ഒരു വരയിട്ടേച്ച്, ക്രോസ് ഒരൊറ്റ വരയിട്ടെന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണം ക്യാൻസൽഡ്. നീ ലീവിൽ പോയി ചുവാ, ഇത്ര എണ്ണം ക്യാൻസൽ. അതിൻ്റെ അതോറിറ്റി ഉള്ളവൻ ഒരാളിനോടൊന്ന് ചെയ്താൽ, ഇന്ന് പകൽ അതോറിറ്റി ഉള്ളവൻ ഒന്ന് ചെയ്തതാ. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ഞാനിത് പറയുമ്പോഴേ ഹൃദയം തിളയ്ക്കുന്ന ചിലർ കാണും. ഈ തലമുറയ്ക്ക് ആവശ്യമുള്ള ഒരഭിഷേകം, തകർന്ന ഈ തലമുറയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ സഭയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു ശക്തിയേറിയ അഭിഷേകം ചിലതിൻ്റെ മേൽ വേണം. ഒരു ദിവസം ദൈവം മോശയെ വിളിച്ചു. മോശ തൻ്റെ പർവ്വതത്തിൻ്റെ മുകളിലോട്ട് കയറി. ഞാൻ അഭിഷേകത്തിൻ്റെ ഒരു വകഭേദം തൊടുക. അവിടെ അഭിഷേകം എണ്ണ കൊണ്ടല്ല, പകരം വാക്കുകൊണ്ടാണ്. പർവ്വതത്തിൻ്റെ മുകളിലോട്ട് വിളിച്ചു. ഒരു ഷോ കൊടുത്താണ് വിളിച്ചത്. തൻ്റെ മുൾപ്പടർപ്പ് വെന്തുപോകാതെ കത്തുന്ന തീയെ. ഇത് കാണേണ്ടതിന് മോശയൊന്ന് അടുത്തു ചെന്നു. ചെല്ലുന്ന ചെലവിനെ, നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലമാകയാൽ കാലിൽ നിന്ന് ചെരിപ്പൂരി എറിഞ്ഞു കളക. ഞാനവിടെ കാണാൻ ഉണ്ടായിരുന്നു പറഞ്ഞ് ഞാൻ ചെരിപ്പൂരാൻ ലേവ്യ പുസ്തകത്തിൽ വാക്യമില്ല. അന്ന് ലേവ്യ പുസ്തകം ഇല്ല. അബ്രഹാമിൻ്റെ കാലം മുതൽ ഇന്നു വരെ ആരോടും ചെരിപ്പൂരാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ചെരിപ്പൂരിയെ ദൈവത്തിൻ്റെ അടുക്കൽ വരത്തുള്ളെന്ന് ആര് പറഞ്ഞു? മോശേ, ആർഗ്യ ചെയ്യണ്ട മോനെ, ഇതുവരെ ആരെയും ഏൽപ്പിക്കാത്തതാ അങ്ങേ ഏൽപ്പിക്കാൻ പോകുന്നേ. ആട്ടെ, മോശയ്ക്ക് ന്യായപ്രമാണം മുഴുവൻ കൊടുത്തു. 10 കൽപ്പനകളും 613 മിസ്ബോത്തുകളും കൽപ്പനകളും ഉപകൽപ്പനകളും 613 ഉപകൽപ്പനകളും കൊടുത്തു. എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് യോശുവയോട് പറയുന്നത്, കാലിൽ നിന്ന് ചെരിപ്പൂരി കളക. യോശുവയ്ക്ക് വേണ്ടി പറയാറുണ്ട്, ന്യായപ്രമാണത്തിൽ ഒന്നുമില്ല, ഈ 613 മിസ്ബോത്തുകളിലില്ല. എന്നെ ഇടപാട ഈ പറയുന്നത് ബൈബിളില്ലാത്തത് പ്രസംഗിക്കാനോ? യോശുവ, നിൻ്റെ വിളി വേറെയാ മോനെ, നിൻ്റെ വിളി വേറെയാ. സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തുന്ന ഒരു അഭിഷേകം അങ്ങയുടെ മേൽ പകരണമെങ്കിൽ നിനക്ക് ഔട്ട് ഓഫ് ദ വേ പലതും ചെയ്തേ മതിയാകൂ. അതിന് വാക്യമുണ്ടോ, ഇതിന് വാക്യമുണ്ടോ? നീ പോയി വാക്യം തപ്പ്, ഞാൻ ദൈവം പറഞ്ഞത് കേൾക്കട്ടെ.
ഞാൻ ദൈവം പറഞ്ഞത് കേൾക്കണം. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു കൽപ്പന വരുമെന്നല്ല. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ ഉള്ളതിനേക്കാൾ ഉപരി ചിലതിനോട് ദൈവം ആവശ്യപ്പെടും. ഉള്ളതിനേക്കാൾ ഉപരി അടുത്ത ത്യാഗ ലെവലിലേക്ക് പോകുവാൻ ദൈവം ചിലതിനോട് ആവശ്യപ്പെടും. ഇന്ന് അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുവാൻ ചിലർ തയ്യാറാണെങ്കിൽ അവരുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകത്തിൻ്റെ ശക്തി സ്വർഗത്തിലെ ദൈവം പകരട്ടെ. ഞാൻ പറഞ്ഞു, തൈലപാത്രത്തിൽ നിന്നാണ് എല്ലാവരുടെയും അഭിഷേകം. എല്ലാ വല്യവന്മാരെയും അഭിഷേകം ചെയ്തിരിക്കുന്നത് തൈലപാത്രത്തിൽ നിന്നാണ്, തൈലപാത്രത്തിൽ നിന്നാണ്. എന്നാൽ ദാവീദിനെയും ശലോമോനെയും അവൻ കളിപ്പിച്ചതാണ്. അവനെപ്പോലെ തനി കള്ളൻ വേറെ ഇല്ലെന്ന് പറയാം. കാര്യം അവൻ മിടുക്കനായി ആക്ട് ചെയ്ത് ദൈവത്തിൻ്റെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് സംഭവിച്ചത് കേൾക്കണം. ദൈവം ദാവീദിനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, എന്നാണ് ദൈവത്താണ് ഞാൻ നിന്നോട് സത്യം ചെയ്യുകയാണ്, നിൻ്റെ മക്കളിൽ രാജസ്ഥാനത്തിരിക്കാൻ ഒരാളില്ലാതിരിക്കത്തില്ല. ആവർത്തിച്ചിട്ട് പറഞ്ഞു. പക്ഷേ ശലോമോനെ കണ്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, രാജ്യത്വം നിങ്ങളിൽ നിന്ന് കീറി. അവനെ എനിക്ക് ഊരി മാറ്റാൻ ഒക്കത്തില്ല. എമബ്രൂസിൽ ഉടുപ്പിട്ടാൽ അത് ഊരി മാറ്റാം, എനിക്ക് ഊരി മാറ്റാൻ ഒക്കത്തില്ല. കാര്യം ഞാനിത് വെച്ച് സ്റ്റിച്ച് ചെയ്ത പോലെ എൻ്റെ കൽപ്പനകൾ കൊടുത്ത് ഉറപ്പിച്ചതാണ്. ഇത് ദാവീദ് ഗൃഹത്തിനാണെന്ന് ഞാൻ എൻ്റെ കൽപ്പനകൾ കൊടുത്ത് ഉറപ്പിച്ചതാണ്. ഇറ്റ് ഈസ് സ്റ്റിച്ച്ഡ് ഓൺ. എനിക്കിത് ഊരി മാറ്റാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കീറുക. രാജ്യത്വം നിങ്ങളിൽ നിന്ന് കീറി പകരം നിൻ്റെ ഭൃത്യനെ ഏൽപ്പിക്കാൻ പോവാ. ഈ ഭൃത്യനെ ഏൽപ്പിക്കുന്നതൊക്കെ കട്ടിയാണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനി കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാഹ്മണൻ്റെ വകയായിരുന്നു ആ കമ്പനി. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിഷുവിൻ്റെ ദിവസം ഹോളിഡേ കൊടുക്കണം. അതെ, കൊടുക്കും. അതിന് പകരം ഒരു ഞായറാഴ്ച വർക്ക് ചെയ്യണം. ആ വർക്കിംഗ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഞായറാഴ്ച വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു പാസ്റ്ററാണ്, നിങ്ങൾക്കറിയാം. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പാസ്റ്ററാണെന്ന് പറഞ്ഞേച്ചാൽ ജോയിൻ ചെയ്തത്. എൻ്റെ വിസിറ്റിംഗ് കാർഡും പാസ്റ്റർ എന്ന് എഴുതിയ കാർഡും നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച വരാൻ പറയല്ലേ. എല്ലാവരും വന്ന് വർക്ക് ചെയ്തോട്ടെ, ബട്ട് ഐ മേ നോട്ട് കം. എനിക്ക് വരാൻ ഒക്കത്തില്ല, ഞാൻ ഞായറാഴ്ച വരത്തില്ല. പള്ളി പറഞ്ഞു, നീ വരത്തില്ലേ, വർക്കിംഗ് ഡേ വെക്കണ്ട. നമ്മളെന്നാൽ വേണ്ട. അല്ല, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തേ പറ്റുമോ ആഴ്ചയിൽ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിഷുവിന് വർക്ക് ചെയ്യാം. ഞാനൊരു ബ്രാഹ്മണൻ, അത് ഓർത്ത് നിനക്ക് ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു. ഞാൻ അന്ന് വർക്കിംഗ് ഡേ ആക്കി. എന്നെ പിരിച്ചു വിടണമെന്ന് അങ്ങേര് തീരുമാനിച്ചു. അദ്ദേഹം ഒരു സൂപ്പർവൈസറെ കൊണ്ടുവന്നു. സന്താനമെന്നായിരുന്ന ആ സൂപ്പർവൈസറുടെ പേര്. മിസ്റ്റർ സന്താനത്തിന് ഭൂമിയിൽ ഒരു ടെക്നിക്കൽ ജോലിയും അറിയത്തില്ല. ഞങ്ങൾ ഇലക്ട്രോണിക്സിലാണ്. ഇയാൾക്ക് ഒരു ടെക്നിക്കൽ ജോലിയും അറിയത്തില്ല. പക്ഷേ അയാളെ കൊണ്ടുവന്ന് സൂപ്പർവൈസറാക്കി. ഇയാൾ പറയുന്നത് പോലെ മാത്രമേ പിള്ളേർ പോകാൻ ഒക്കുകയുള്ളൂ. ഒരാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ പ്രൊഡക്ഷൻ ലൈൻ ആകെ വൃത്തികേടായി. ഇവനെ കൊണ്ട് ഒക്കുകയില്ല. ഇവനെ പിരിച്ചു വിടണമെന്ന് എനിക്ക് ആശയമുണ്ട്. പക്ഷെ കമ്പനിയുടെ ഓണർ കൊണ്ടുവന്നതാണ്. എൻ്റെ കമ്പനിയുടെ ഓണർ TV സുന്ദരമാണ് കേട്ടോ. TV സുന്ദരമല്ലോ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മനുഷ്യനാണ്. അങ്ങേര് കൊണ്ടുവന്ന അയാളുടെ റിലേഷനിൽപ്പെട്ട ഒരാളാണ് സന്താനം. സന്താനത്തെ പിരിച്ചുവിടാൻ എനിക്ക് ഒക്കത്തില്ല. അപ്പം ഞാൻ ആകെപ്പാടെ ആലോചിച്ച് നോക്കിയിട്ട് സന്താനത്തിന് താഴെ ഒരുത്തനുണ്ട്. ഞാൻ അവനെ പൊക്കി സീനിയർ സൂപ്പർവൈസറാക്കി. അടുത്ത ദിവസം സന്താനം ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. കാര്യം ചക്കിനും ചൂക്കിനും കൊള്ളുകയില്ലാത്ത സന്താനത്തിന് പോലും അവൻ്റെ താഴെയുള്ള ഒരുത്തൻ മേളിൽ കയറുക എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. ശലോമോനെ, ഞാൻ നിങ്കിൽ നിന്ന് രാജ്യത്ത് ഇങ്ങോട്ട് കീറിയച്ചുണ്ടല്ലോ, നിൻ്റെ ദാസൻ്റെയിലോട്ട് കൊടുക്കാൻ പോവുക. നീ വാലും ചുരുട്ടി പോകെയുള്ളൂ. കാര്യം നീ ദൈവപ്രമാണം ലംഘിച്ചവനാ. ഇന്ന് പകൽ ദൈവപ്രമാണത്തിൽ നിൽക്ക്. അല്ലെ ചിലതിൻ്റെ ഇന്ന് വാഗ്ദത്തം കീറിക്കളയും, ചിലതിൻ്റെ വാഗ്ദത്തം എടുത്തുകളയും. ഞാൻ രണ്ടാമതൊരു എക്സാമ്പിളും കൂടെ പറയാം. 2 വർഷത്തിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് ഇത് ഇടപെടുന്നത്. ലേവിയെ ദൈവം ഇങ്ങോട്ട് വിളിച്ചു. ഒരു മോശയുടെ ഒരു കൽപ്പനയുടെ മുമ്പിൽ ലേവി കീഴടങ്ങി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. നിനക്ക് നിത്യപൗരോഹിത്യമുണ്ട് എന്ന് അദ്ദേഹത്തോട് ദൈവം സത്യം ചെയ്തു. ലേവി പൗരോഹിത്യം നിത്യപൗരോഹിത്യമായിരിക്കും എന്ന് യഹോവ സത്യം ചെയ്തു. തുടർന്ന് പൗരോഹിത്യത്തെക്കുറിച്ചൊരു കലഹമുണ്ടായപ്പോൾ പറഞ്ഞു, നീ ഒരു കമ്പ് കൊണ്ടുവെക്ക്, ഉണക്കക്കമ്പ് കൊണ്ടുവെക്ക്, അത് ബദമായി കായ്ക്കും. ഉണങ്ങിയ കമ്പിൻ്റെ മേൽ അഭിഷേകം പകർന്ന് ആ ഉണങ്ങിയ കമ്പ് കായ്ത്ത് പൂ വെച്ച് തെണ്ട് എഴുന്നേറ്റ് നിന്നു. പറഞ്ഞു, രാജ്യത്വത്തിൻ്റെ എക്സാമ്പിളാണ്. ഈ കമ്പെടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് കൊണ്ട് വെക്ക്, നിയമപ്പെട്ടകത്തിനകത്ത് വെക്ക്, ഇത് അതുപോലെ സാക്ഷ്യമായിരിക്കും. അടുത്ത തലമുറയിൽ ഒരു ഫിനെഹാസ് എഴുന്നേറ്റു. ഫിനെഹാസ് ഇസ്രായേലിൻ്റെ പല പ്രശ്നങ്ങളുടെയും നടുവിൽ, പാപങ്ങളുടെയും നടുവിൽ അന്യജാതിക്കാരെത്തിയ വിവാഹം കഴിച്ചു ഒരു പുരോഹിതനെയും കഴിക്കപ്പെട്ട സ്ത്രീയെയും കൂടെ ഒരൊറ്റ കുന്തത്തെ കുത്തിയെടുത്തു. യഹോവയ്ക്കത് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടേച്ച് പറഞ്ഞു, ഫിനെഹാസ്, 3-ാം നിലക്കാരൻ ഫിനെഹാസ് ഈ ക്രിയ ചെയ്തതുകൊണ്ട് പൗരോഹിത്യം നിൻ്റെ കുടുംബത്തിന് ഉറപ്പിച്ചു. കാലത്തിൻ്റെ പോക്കിലാണ് ആ കുടുംബത്തിൽ ഒരു ഏലി പറന്നത്.
അവന് വലുതവൻ്റെ പിള്ളേരായിരുന്നു. അവരെഹോവയുടെ യാഗപീഠം മലിനമാക്കി, അവരെഹോവയുടെ ആലയത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ വഷളാക്കി. അവരാലയത്തിൽ നിന്ന് ഇല്ലാത്തത്, മുമ്പേ ഞാൻ പറഞ്ഞിരുന്നില്ല, തൈലക്കൊമ്പൊന്നും ദേവാലയത്തിലില്ല. ഇതുപോലെയാണ് മുപ്പല്ലി ദേവാലയത്തിലില്ല. ദേവാലയത്തിൽ മുൾക്കൊളുത്തുണ്ട്. മുൾക്കൊളുത്തുകൊണ്ട് യാഗം ദഹിക്കാത്ത ഭാഗങ്ങൾ തിരിച്ചും മറിച്ചുമിട്ട് ദഹിപ്പിക്കാൻ യവന്മാർ മുൾക്കൊളുത്ത് തല്ലിപ്പരത്തി മുപ്പല്ലിയാക്കി മാറ്റി. അതുകൊണ്ട് യഹോവയുടെ യാഗവസ്തുക്കൾ കുത്തിയെടുത്തു. ഒരു ദിവസം ശമൂവേൽ മുഖേന യഹോവ അരുളി ചെയ്തു, പൗരോഹിത്യം കീറി. ഇനി നിനക്ക് പൗരോഹിത്യമൊക്കെ തരും. 3 തലമുറയോട് ആവർത്തിച്ച് സത്യം ചെയ്ത പൗരോഹിത്യം കീറി. കേരള സഭയ്ക്ക് സ്വർഗത്തിലധികം ഏൽപ്പിച്ച ചിലത് കീറിക്കളയുന്നതിന് മുന്നമേ ദൈവസന്നിധിയിൽ താഴുവാൻ. കർത്താവ്, ഇന്നത്തെ തകർന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പറ. ഒരഭിഷേകത്തിൻ്റെ പകർച്ച, അത് തൊട്ടുവരട്ടുന്ന അഭിഷേകം കൊണ്ടാകത്തില്ല. അത് തലമേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമാകണം. അത് കൊമ്പിൽ നിന്ന് പകരപ്പെടുന്ന 1.5 ലിറ്റർ ഒന്നിച്ചിങ്ങോട്ട് പകരുന്ന, നടന്നു പോകുന്ന വഴികളിലുള്ള. എൻ്റെ 12ാമത്തെ വയസ്സ് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ആ കാലങ്ങളിൽ നടക്കാവുന്നതിൻ്റെ പരമാവധി നടക്കുമായിരുന്നു. അവിടുത്തെ മൂലയ്ക്കും ഇവിടുത്തെ മൂലയ്ക്കും ഒക്കെ നിന്നുകൊണ്ട് ചെറിയ വാക്യങ്ങളെങ്കിലും വിളിച്ചു പറയുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പ്രസംഗിക്കാൻ ഒട്ടും അറിയത്തില്ല. ഇന്ന് ഇച്ചിരൂടൊക്കെ അറിയാം, അന്ന് ഒട്ടും അറിയത്തില്ല. പക്ഷെ ചിലർ ഇന്നും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അന്ന് നീ വള്ളംകുളം കവലെ നിന്നുണ്ട്, തോട്ടഭാഗം കവലെ നിന്നുണ്ട്, കിഴക്കമ്പത്തൂറ്റ് കവലയിൽ നിന്നുകൊണ്ട് ഇന്ന വാക്യം വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ട്. അതാണ് ഞാൻ രക്ഷയിലേക്ക് വന്നത്. മോനെ, നനഞ്ഞ എണ്ണയാൽ നനഞ്ഞ കാലുകൊണ്ട് നടന്ന പാതകൾ മുഴുവൻ തെളിഞ്ഞു കിടക്കും. നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ 50 വർഷം മുമ്പേയും 60 വർഷം മുമ്പേയും പ്രായമുള്ളവർ, നിങ്ങളുടെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ വേറെ ചിലതിനകത്ത് ചൂണ്ട പോലെ കൊളുത്തും. കർത്താവേ, ചിലതിൻ്റെ അകത്ത് കൊളുത്തുന്നത് എനിക്ക് തരണമേ. എൻ്റെ കയ്യിലൊരു പുതിയ അഭിഷേകം ഏൽപ്പിക്കണേ. എനിക്ക് തൊട്ടുവരട്ടുന്ന അഭിഷേകം കൊണ്ട് ഒക്കത്തിൽ, ഈ തലമുറയിൽ അത് പോരാ, എനിക്കിതിനേക്കാൾ വലിയൊരു അഭിഷേകം വേണമേ. ഏലീശ ഒരിക്കൽ പറഞ്ഞ, യജമാനനെ, അങ്ങയുടെ അഭിഷേകം കൊണ്ട് എനിക്ക് തൃപ്തി വരത്തില്ല, അങ്ങയുടെ ഇരട്ടി പങ്കുണ്ടെങ്കിലേ എനിക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ. നമ്മൾ വേറൊരു തലമുറയിലേക്ക് മാറുകയാ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നവരോട് യേശുവിന് പറവാനുള്ളത്, ഭൂതങ്ങൾ കീഴടങ്ങിയത് നിർത്ത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യജാതന്മാരുടെ പട്ടികയിലാണ്, നിങ്ങൾ ആദ്യജാത പട്ടികയില. ഇരട്ടി അധികാരം കൈകാര്യം ചെയ്യുവാൻ, അപ്പൻ്റെ സാന്നിധ്യത്തിൽ വസ്തുക്കൾ എഴുതി വയ്ക്കുവാൻ, അതാണ് ആദ്യജാതൻ്റെ പദവി. അപ്പൻ്റെ അസാന്നിധ്യത്തിൽ വസ്തുക്കൾ എഴുതി വയ്ക്കുവാൻ. അത് യേശു പറഞ്ഞൊരു പദവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യട്ടെ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്താൽ അയക്കപ്പെടുവാൻ, ഈ രാത്രിയിൽ ദൈവത്താൽ അയക്കപ്പെടുവാൻ, ദൈവത്തെങ്കിൽ നീലത പ്രാപിപ്പാൻ ഒരാത്മസാന്നിധ്യം എൻ്റെയും നിങ്ങളുടെ മേൽ ഇരിക്കട്ടെ. ഇത് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുക. തുടർന്ന് എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പറയുകയും ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി ചില മിനിറ്റുകൾ എടുക്കുക. ഞാൻ ഒരുപാട് നേരത്തെ നിർത്തി. ഇത്രയുള്ള ഭാഗം ഓൺലൈനിലുള്ളവർക്ക് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഓൺലൈനിലുള്ളവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ചില ഹൃദയങ്ങളെങ്കിലും കത്തിക്കൊണ്ടിരുന്നു എന്നടിയൻ വിശ്വസിക്കുന്നു. ആ കത്തിക്കൊണ്ടിരുന്ന ഹൃദയങ്ങളുടെ ഉടമസ്ഥരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ശക്തവും മാന്യവുമായൊരു ദൈവകൃപ ഇന്ന് അവരുടെ മേൽ ഇരിക്കണമേ. ശക്തിയൊരു അഭിഷേകത്തിന് വേണ്ടി കർത്താവേ, ഈ തലമുറയ്ക്ക് അത് ആവശ്യമാകയാൽ അവരിൽ ചിലരെ കൂടെ തിരഞ്ഞെടുക്കുവാൻ അടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് ചെയ്യും.